ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഥ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം പറയട്ടെ. എല്ലാവർക്കും എന്റെ മനസ്സ് നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ്. ഞാൻ അങ്ങോട്ട് മാത്രം പറഞ്ഞാൽ മതിയോ? നിങ്ങളുടെ വക എനിക്കും വേണ്ട ഒരു വിഷ്. ആ വിഷ് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി കേട്ടാ. സോ ഇന്നത്തെ ഈ ഒരു ക്രിസ്മസിന്റെ ദിവസം എന്ത് കഥ പറയും? കൂടുതലായിട്ട് എനിക്ക് ആലോചിക്കേണ്ടി വന്നൊന്നുമില്ല. എന്താണ് ഈ ക്രിസ്മസ്? ആരാണ് ക്രിസ്മസ് അപ്പൂപ്പൻ? ഇതിന്റെ എല്ലാം തുടക്കം എവിടെയാണ്? അങ്ങനെയുള്ള ഒരു കഥ പറയുന്ന സിനിമ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. നോക്കുമ്പോ അങ്ങനെ ഒരു സിനിമ കണ്ടു. നല്ല കിടിലൻ കഥ. എന്തൊരു രസാന്നറിയോ ഈ സിനിമയുടെ കഥ കേൾക്കാനായിട്ട്. അവസാനം കാകുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകും. ഈ കഥയിലൂടെ ആരാണ് ക്രിസ്മസ് അപ്പൂപ്പൻ, എങ്ങനെയാണ് ക്രിസ്മസ് ഉണ്ടായത്, എന്തുകൊണ്ട് ഈ ഒരു ദിവസം നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്നു. സോ ഇതെല്ലാം നമുക്ക് ഈ ഒരു കഥയിലൂടെ കേൾക്കാം. നിക്കോള എന്ന ഒരു കുട്ടിയുണ്ടല്ലോ, അവന്റെ സാഹസികമായിട്ടുള്ള അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു യാത്രയും കൂടെ ഈ സിനിമയിലുണ്ട് കേട്ടാ. ഒട്ടും ബോറടിപ്പിക്കാതെ നല്ല രസത്തിൽ ഈ ഒരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. ഈ ക്രിസ്മസിന്റെ അന്ന് എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ക്രിസ്മസ് ഗിഫ്റ്റ് കൂടിയാണ് ഈ ഒരു കഥ. ഒരു വലിയ മെസ്സേജ്, ഒരു ഗ്രേറ്റ് മെസ്സേജ് തന്നെ സിനിമയുടെ അവസാനം നിങ്ങൾക്കായിട്ടുണ്ട്. അപ്പൊ ഓക്കെ, നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോകാം. കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സിനിമയുടെ ആരംഭത്തില് നമ്മുടെ ഇന്നത്തെ കാലത്ത് ഒരു സിറ്റി കാണിക്കുകയാണ്. ഡിസംബർ മാസമാണ്, നന്നായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ട്. പോരാത്തതിന് ഇന്ന് ക്രിസ്മസ് കൂടിയാണ്. അന്നേരം ആ ഒരു സ്ട്രീറ്റിലൂടെ ഒരു മുത്തശ്ശി അങ്ങനെ നടന്നു പോകുന്നുണ്ട്. ആ മുത്തശ്ശിയുടെ പേര് അല്ലെങ്കിൽ എല്ലാവരും വിളിക്കുന്നത് ആന്റി റൂത്ത് എന്നാണ്. അങ്ങനെ റൂത്ത് ആന്റി നോക്കുന്ന സമയത്ത് എല്ലാ വീടുകളിലും ക്രിസ്മസിന്റേതായ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഒരു വീട്ടിൽ മാത്രം ഇതൊന്നുമില്ല. ആ വീട്ടിലേക്ക് തന്നെയാണ് ഈ ആന്റി ജോലിക്ക് പോയത്. അവിടെ ഇപ്പൊ ഒരു അച്ഛനും ഉണ്ട്, 3 മക്കളും ഉണ്ട്. അപ്പൊ കണ്ടപാട് തന്നെ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്താ ക്രിസ്മസ് ഒന്നും സെലിബ്രേറ്റ് ചെയ്യാത്തത്? അപ്പൊ കുട്ടികളുടെ അച്ഛൻ പറയാണ്, അത് പിന്നെ ആന്റി, ഇവരുടെ അമ്മ ഈ അടുത്ത കാലത്താണ് മരിച്ചുപോയത്. ഈ സമയത്ത് ഞങ്ങൾ ഇതുപോലെയുള്ള ആഘോഷങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഓ അങ്ങനെയാണോ? നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ, കുഞ്ഞുങ്ങളുടെ കാര്യം ഇനി ഞാൻ നോക്കിക്കൊള്ളാന്ന് പറയണം. അങ്ങനെ ആ 3 പിള്ളേരെയും കൂട്ടിക്കൊണ്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് റൂത്ത് മുത്തശ്ശി പോവാണ്. അങ്ങനെ രാത്രിയായി പിള്ളേർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇതിനുശേഷം കുട്ടികൾ ഉറങ്ങാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞു കൊടുക്കണല്ലോ. മുത്തശ്ശി കഥ പറയാൻ നിൽക്കുന്ന സമയത്ത് തന്നെ പിള്ളേര് പറയുന്നുണ്ട്, മുത്തശ്ശി ഒരു കാരണവശാലും ക്രിസ്മസ് സ്റ്റോറി മാത്രമേ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങള് അതിന്റേതായ ആ ഒരു മൂഡിലല്ല. ഇതേ നേരം തന്നെ മുത്തശ്ശി പറയാണ്, ആദ്യം ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് നിങ്ങൾ. ഈ ക്രിസ്മസ് എന്താണെന്ന് അറിയുക പോലും ചെയ്യാത്ത ഒരു പയ്യനുണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, കൊളാസ് എന്നവന്റെ പേര്. അന്ന് പിള്ളേർക്ക് കളിക്കാനായിട്ട് കളിപ്പാട്ടങ്ങളില്ല, സന്തോഷിക്കാനായിട്ട് ഒരു മാർഗവുമില്ല. ആൾക്കാരൊന്ന് വലിയ രീതിയിലൊന്നും സന്തോഷിക്കുകയില്ലായിരുന്നു. അങ്ങനെ ഒരു കാലമായിരുന്നു അത്, ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുന്നേ. അങ്ങനെ ആ സ്ഥലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്. പൂർണ്ണമായിട്ട് മഞ്ഞ് മൂടിയ ഒരു പ്രദേശം. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ആ മഞ്ഞ് മൂടിയ പ്രദേശത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കാടിന്റെ ഒരു ഭാഗത്താണ് നിക്കോളാസിന്റെ വീട്. അവനും അവന്റെ കൂടെ അവന്റെ അച്ഛനും ഉണ്ട് കേട്ടോ. ചെറിയൊരു വീടാണ്, മാത്രമല്ല അവന്റെ അച്ഛൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് വരുമാന മാർഗം എന്ന് വെച്ചാല് മരം വെട്ടലാണ്. ഇപ്പൊ പെട്ടെന്ന് തന്നെ ഈ കഥ കേൾക്കുന്ന കുട്ടിയുണ്ടല്ലോ, മുത്തശ്ശി സോറി കേട്ടോ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ നിക്കോളാസിന് അമ്മയില്ലേന്ന് ചോദിക്കുകയാണ്. അപ്പൊ മുത്തശ്ശി പറയാണ്, ഇല്ല, 2 വർഷങ്ങൾക്ക് മുന്നേ അവന്റെ അമ്മ മരിച്ചു പോയിട്ടുണ്ട്. വീണ്ടും കഥയിലേക്ക് തന്നെ മുത്തശ്ശി വരികയാണ്. രാത്രി ആയപ്പോ ഈ നിക്കോളാസിന് എപ്പോഴും അവന്റെ അമ്മ കഥ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പൊ അച്ഛനോടും അതുപോലെ കഥ പറഞ്ഞു തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവന്റെ അച്ഛൻ പറയണ, മോനെ, അമ്മ പറയുന്നത് പോലെ ഒന്നും കഥ പറയാൻ എനിക്കറിയില്ല, എന്നാലും മോന് വേണ്ടി ഞാനൊരു കഥ പറഞ്ഞുതരാം. ഈ കഥയുടെ ഉള്ളിൽ കഥ എന്ന് പറഞ്ഞതുപോലെ നിക്കോളാസിന്റെ അച്ഛൻ അവന് കഥ പറഞ്ഞു കൊടുക്കാണ്. ഒരു ഷാഡോ പോലെ ആ ഒരു കഥ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ലൂമി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഒരു കാടിന്റെ അരികിൽ ജീവിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് വിറക് ശേഖരിക്കാനായിട്ട് അവൾ കാട്ടിലേക്ക് പോയി. എല്ലാം കഴിഞ്ഞപ്പോ തിരിച്ചു വരാനുള്ള വഴി മറന്നുപോയി. അങ്ങനെ വഴി തെറ്റിയ ഈ ലൂമി ആണെങ്കിൽ കാട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഒരുപാട് മരങ്ങളും മലകളും തടാകവും എല്ലാം താണ്ടി അങ്ങനെ പോയി. ആ സമയത്ത് അത്ഭുതമെന്ന് പറയട്ടെ, യാദൃശികമായിട്ട് ലൂമി ഒരു കാര്യം കണ്ടു. മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട ഒരു വലിയ ഗ്രാമം. ആ ഗ്രാമത്തിന്റെ പേരാണ് എൽഫാം. അവിടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ് എൽഫുകൾ. അതായത് കഥയിൽ മാത്രം കേട്ടിട്ടുള്ള ഒരു തരം ആൾക്കാരാണത്. നല്ല മഞ്ഞായതുകൊണ്ട് തന്നെ നമ്മുടെ ലൂമിക്ക് അവിടെ നിന്ന് തിരിച്ചു പോകാൻ പറ്റിയില്ല. അപ്പൊ മഞ്ഞുകാലം മാറുന്നത് വരെ അവൾ അവിടെ നിന്നു. തിരിച്ചു വരുന്ന സമയത്ത് അവളുടെ കയ്യിൽ ഒരുപാട് ചോക്ലേറ്റ്, മിഠായി ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കഥ കേട്ടപ്പോ നിക്കോളാസ് അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛൻ ഈ കഥയിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ചോക്ലേറ്റ്, മാജിക്, എൽഫുകള്, അവളുടെ ഗ്രാമം, ഇതൊക്കെ വെറും കഥകളല്ലേ? അപ്പൊ നിക്കോളസിനോട് അവന്റെ അച്ഛൻ പറയണം, മോനെ, ഈ കഥകളൊക്കെ നിന്റെ അമ്മ തന്നെയാണ് പറഞ്ഞു തന്നത്, ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല. അങ്ങനെ ഇവര് സംസാരിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഒരു എലി അങ്ങോട്ടേക്ക് വരികയാണ്. കോടാലി എടുത്തുകൊണ്ട് അതിനെ വെട്ടാൻ നിൽക്കുമ്പോൾ നിക്കോളാസ് അവന്റെ അച്ഛനോട് പറയണം, അച്ഛാ വേണ്ട, അതൊരു പാവല്ലേ, ഞാൻ അതിനെ നോക്കിക്കോളാന്ന് പറയണം. അങ്ങനെ അവന്റെ അച്ഛൻ ആ ഒരു എലിയെ ഒന്നും ചെയ്തില്ല. നിക്കോളാസ് ആണെങ്കിൽ ആ എലിയെ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് കയ്യിലേക്ക് എടുക്കുകയാണ്. അതിനൊരു പേരും വെച്ചു, മീക്ക. ആ മീക്കയോട്, അതായത് എലിയോട് അവനെന്തോ വല്ലാത്തൊരു ഇഷ്ടം തോന്നുകയാണ്. മാത്രമല്ല മീക്കയോട് പറയുന്നുണ്ട്, നോക്കിക്കോ, ഒരു ദിവസം ഞാൻ നിന്നെ കൊണ്ട് സംസാരിപ്പിക്കും. ബട്ട് ഹൗ, അതങ്ങനെ പോസിബിൾ ആവും എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു
മെന്റാലിറ്റി ഒന്നും നമ്മുടെ നിക്കോളാക്കില്ല. അതായത് ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുക, കോൺഫിഡൻസോടെ നിൽക്കുക, വിശ്വസിക്കുക അത് ചെയ്യാൻ പറ്റുമെന്ന്. അവന്റെ അമ്മ അവന് പറഞ്ഞു കൊടുത്ത ഒരു വലിയ കാര്യമാണത്. എന്താണോ ചെയ്യാൻ പോകുന്നത് ആ കാര്യത്തിൽ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക. അതെ, 4 വർഷങ്ങൾക്ക് മുന്നേ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നിൽക്കുന്ന സമയത്തും എനിക്കും ഇതേ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു ദിവസം നിങ്ങളെപ്പോലെ എന്നെ കേൾക്കാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ടാവും എന്നുള്ള ആ ഒരു വിശ്വാസം. സോ ആ ഒരു വിശ്വാസം ഇപ്പോ എന്താ പറയാ, ഒരു സത്യമായി മാറിയിരിക്കുകയാണ്. എന്നെ കേൾക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് പേരില്ലേ, എന്തൊരു സന്തോഷാന്നറിയാം അച്ഛന്മാരെ. ഇതെനിക്കൊരു വരുമാന മാർഗം കൂടിയാണ്. അതിലുപരി ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു ജോലി ചെയ്യുന്നത്. ഉറപ്പാണ് ഈ ലോകത്തിൽ വേറെ എന്ത് ജോലി ചെയ്താലും ഇത്രയ്ക്ക് സന്തോഷം കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം ചെറുപ്പം മുതലേ, ഞാൻ വെറുതെ പറയല്ല, ചെറുപ്പം മുതലേ കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അതുപോലെ കഥ പറഞ്ഞു കൊടുക്കാനും. എങ്ങനെയാണെന്നറിയില്ല ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നു പെട്ടത്. എനിവേ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ നിക്കോള, അവന്റെ അച്ഛൻ, ഇവരൊക്കെ താമസിക്കുന്ന ആ ഒരു രാജ്യം ഉണ്ടല്ലോ, അതിന്റെ രാജാവ് എന്തോ ഒരു കാര്യം പറയാനായിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് നിക്കോള അച്ഛൻ, നിക്കോള പിന്നെ എപ്പോഴും മറ്റേ ഒരു മിക്ക എലിയെ കൊണ്ടു കിടക്കട്ടെ. അങ്ങനെ ഇവരെല്ലാവരും നേരെ കൊട്ടാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നീട് തന്റെ ജനങ്ങളോട് സംസാരിക്കാനായിട്ട് ആ രാജാവ് വരികയാണ്. രാജാവ് വന്ന പാട് തന്നെ പറയാണ്, ഞാൻ ചിരിക്കാതിരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? കാരണം ഞാൻ സന്തോഷവാനല്ല. എന്തുകൊണ്ട് ഞാൻ സന്തോഷവാനല്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനും കാരണമില്ല. അതുപോലെ ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന് ചോദിച്ചാൽ എന്തിന് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണം? അതിനും ഒരു കാരണം വേണ്ടേ? അപ്പൊ ജനങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. രാജാവേ, നമ്മുടെ നാട്ടിൽ അത് കിട്ടിയാലോ ഇത് കിട്ടിയാലോ ഇതൊക്കെ ഉണ്ടാക്കിയാലോ എന്ന് പറയുമ്പോൾ രാജാവ് പറയാണ്, ഇതൊക്കെ നമ്മുടെ സന്തോഷത്തിന്റെ ഒരു ഭാഗമാണ്. ഇതൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ലേ. നമുക്ക് സന്തോഷിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ എന്നോണം നമ്മുടെ ലൈഫിൽ എക്സ്ട്രാordinary ആയിട്ട് എന്തെങ്കിലുമൊക്കെ വേണം. അങ്ങനെ ഒന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ വലിയ സമ്മാനം ഞാൻ അയാൾക്ക് കൊടുക്കും. ഈ ലോകത്തിന്റെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം. പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ സന്തോഷിക്കാൻ പാകത്തിന് എന്തെങ്കിലും ഒന്ന് നിങ്ങൾ കണ്ടുപിടിച്ചേ മതിയാവും. ഉറപ്പാണ് കണ്ടുപിടിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു പാരിതോഷികം ഉണ്ടാവും. ഇതേ നേരം തന്നെ നമ്മുടെ ഈ നിക്കോളാസിന്റെ കയ്യിലുണ്ടായിരുന്ന എലി ഉണ്ടല്ലോ, മിക്ക, ഇവൻ ചാടി രാജാവിന്റെ മുന്നിൽ പോയി നിൽക്കുകയാണ്. രാജാവിന് എന്തോ കുറച്ചൊരു അതിർപ്പം തോന്നുകയാണ് കേട്ടോ. എന്തായാലും അത് കണ്ടപ്പോൾ നിക്കോളയ്ക്ക് ഒരു ഗോൾഡ് കോയിൻ കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു കോയിനും മേടിച്ച് നിക്കോള അച്ഛന്റെ കൂടെ ഇപ്പൊ നേരെ പുറത്തേക്ക് വരികയാണ്. മാത്രമല്ല ആ കോയിൻ ഉണ്ടെങ്കിൽ ഒരാഴ്ച ഒരു പണിക്കും പോവാതെ സുഖമായിട്ട് ജീവിക്കാട്ടോ. അങ്ങനെ രാത്രിയായപ്പോ ഇവരുടെ വീടിന്റെ വാതിൽ ആരൊരാൾ മുട്ടുന്നുണ്ട്. നിക്കോളാസിന്റെ അച്ഛൻ ചെന്നിട്ട് ആ ഒരു വാതിൽ തുറക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനായിരുന്നു, ഒരു വേട്ടക്കാരൻ. വന്ന പാട് തന്നെ അമ്പും വില്ലും അവിടെ നിലത്തിട്ടിട്ട് നിക്കോളാസിന്റെ അച്ഛനോട് ഒന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി പറയണം, ഒരു കാര്യം പറയാണ്ട്. അത് ഞാൻ കേട്ടാല് എനിക്കും കൂടെ കേൾക്കണമെന്ന് പറഞ്ഞപ്പോ അതൊന്നും വേണ്ട, കുട്ടികൾ കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവന്റെ അച്ഛനെ വിളിച്ച് പുറത്തേക്ക് പോയിട്ട് എന്തൊക്കെയോ ചില സ്വകാര്യങ്ങൾ പറയുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോ തന്നെ അവന്റെ അച്ഛൻ അവനോട് ആ ഒരു കാര്യം പറയണം, മോനെ, അച്ഛനും അച്ഛന്റെ കുറച്ച് കൂട്ടുകാരും കൂടിയിട്ട് ഒരു 2 മാസത്തേക്ക് ഒരു യാത്ര പോവാണ്. രാജാവ് പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം കണ്ടുപിടിക്കാനായിട്ട്. ഇത് കേട്ടപാട് തന്നെ നിക്കോളാസിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. 2 മാസം എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നോ? ഭയങ്കര ദേഷ്യം പിടിച്ച് അവൻ വീട്ടിന്റെ ഉള്ളിൽ പോയിരിക്കുകയാണ്. അപ്പൊ അവന്റെ അടുത്തേക്ക് അച്ഛൻ വന്നിട്ട് പറയണം, മോനെ, നിന്നെ നല്ല രീതിയിൽ നോക്കാനോ വളർത്താനോ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്റെ കയ്യിൽ അതിന് മാത്രം കാശില്ല. അപ്പൊ ഈ ഒരു കാര്യം ചെയ്തു തീർത്താൽ നല്ലൊരു കാശ് കിട്ടും. എന്റെ മോൻ എനിക്ക് നന്നായിട്ട് നോക്കാം. അതൊക്കെ പോട്ടെ അച്ഛാ, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് നിക്കോളാസ് ചോദിച്ചപ്പോ കഥകളിലൊക്കെ കേട്ടിട്ടുള്ള ആ ഒരു എൽഫാം എന്ന് പറഞ്ഞ ആ ഒരു ഗ്രാമം ഉണ്ടല്ലോ, അത് തേടിയാണ് ഞങ്ങൾ പോകുന്നത്. ഇത് കേട്ടപാട് തന്നെ നിക്കോള പറയണം, എന്നാ അച്ഛാ ഞാനും കൂടെ വരും. എനിക്ക് നന്നായിട്ട് അറിയാം അമ്മ പറഞ്ഞ ആ ഒരു കഥയിലെ ഓരോ കാര്യങ്ങളും. എന്നാൽ നിക്കോളയുടെ അച്ഛൻ അതിന് സമ്മതിക്കുന്നില്ല. മോനെ, ഇത് എത്ര ദിവസം എടുക്കുന്ന പോലും അറിയാത്തൊരു യാത്രയാണ്. ഭക്ഷണം കിട്ടുമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടക്കാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. അങ്ങനെ ഇത്രയും കഷ്ടപ്പാട് നിറഞ്ഞൊരു യാത്രയിലേക്ക് എനിക്ക് നിന്നെ കൊണ്ടുപോകാൻ കഴിയില്ല. എന്തായാലും ഈ 2 മാസം നിന്നെ നോക്കാനായിട്ട് നിന്റെ ആന്റി ഇങ്ങോട്ടേക്ക് വരും കേട്ടോ. അതായത് അവന്റെ അച്ഛന്റെ അനിയത്തി. അപ്പൊ തന്നെ അനിയത്തി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഒരു വല്ലാത്ത സ്വഭാവമാണ് അവന്റെ അച്ഛന്റെ അനിയത്തിക്ക്. വന്ന പാട് തന്നെ പറയണേ, എന്നെ ഈ ജോലിക്ക് വിളിച്ചതിൽ വലിയ സന്തോഷമുണ്ട് കേട്ടോ. പോരാത്തതിന് ശമ്പളം തരുമല്ലോ. എന്തായാലും എന്റെ മോനെ നന്നായിട്ട് നോക്കിയാൽ മതി എന്ന് പറയണം. അങ്ങനെ അവന്റെ അച്ഛൻ അവിടുന്ന് പോകാൻ നിൽക്കുകയാണ്. പോകുന്ന സമയത്ത് ആയുധങ്ങൾ എടുക്കാൻ മറന്നുപോയിരുന്നു. പെട്ടെന്ന് തന്നെ ആ ആയുധം നമ്മുടെ നിക്കോള കൊണ്ടേക്ക് കൊടുക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ അവന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചുവന്ന തൊപ്പി അവന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ നിക്കോള ചോദിക്കുകയാണ്, എന്തിനാണ് അച്ഛൻ എനിക്കിത് തന്നത്? അമ്മ വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് അച്ഛന് തന്നെയല്ലേ, അതെന്തിനാ എനിക്ക് തരുന്നതെന്ന് ചോദിച്ചു. അച്ഛൻ പറയണം, മോനെ, ഇന്ന് ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നീയാണ്. അപ്പോ നിനക്കല്ലാതെ വേറെ ആർക്കാണ് ഞാൻ ഈ ഒരു തൊപ്പി തരിക? ഇത് നീ വെച്ചെന്ന് പറഞ്ഞിട്ട് അവനോട് യാത്ര പറഞ്ഞ് അവന്റെ അച്ഛനും കൂടെ പോവാണ്. അച്ഛൻ പോകുന്നത് വരെ മോനെ ചേർത്ത് പിടിച്ച് നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ടിരുന്ന ഈ ആന്റി ഉണ്ടല്ലോ, അവന്റെ അച്ഛൻ പോയി എന്ന് കണ്ടപ്പോ അവനെ പിടിച്ച ഒരേറ്റ തളലാണ്. മര്യാദക്ക് പുറത്തു നിന്നാണ്, ഇനി എങ്ങാനും വീട്ടിന്റെ ഉള്ളിൽ കയറിപ്പോയാൽ. ഇതും പറഞ്ഞ് അവന്റെ എല്ലാ സാധനവും വലിച്ചു വാരി പുറത്തേക്ക് ഇടുകയാണ്. എനിക്ക് എന്റേതായ പ്രൈവസി ഈ വീട്ടിന്റെ ഉള്ളിൽ വേണം, അതുകൊണ്ട് മേല ഇതിന്റെ ഉള്ളിൽ കയറിപ്പോയത്. കൂടെ തന്നെ അവന്റെ എലി ഉണ്ടല്ലോ, മിക്ക എടുത്ത് പുറത്തേക്ക് ഇടുന്നുണ്ട്. പാവം ആ ഒരു കുഞ്ഞ് ആ ഒരു മഞ്ഞത്ത് എന്ത് ചെയ്യും? പുറത്തിപ്പോ ഒരു വീട് പോലെയുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടെ തൽക്കാലം അവനിപ്പോ അതിന്റെ ഉള്ളിൽ നിൽക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാണ്. അച്ഛൻ എന്തായാലും തിരിച്ചു വരും, പോയ കാര്യം സാധിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അവൻ നിൽക്കുന്നത്. അങ്ങനെ ഒരാഴ്ചയായി അച്ഛൻ ഇതുവരെയായിട്ട് തിരിച്ചു വന്നിട്ടില്ല. ഈ ആന്റി ആണെങ്കിൽ അവനെ കൊണ്ട് അവിടെയുള്ള എല്ലാ ജോലിയും ചെയ്യിപ്പിക്കും. ആ സമയത്ത് നല്ല എന്തോ ഒരു സൂപ്പ് ഉണ്ടാക്കി കഴിക്കാൻ വന്നിട്ട് അവനെ വിളിക്കുകയാണ്. ആദ്യമൊക്കെ അവന് സംശയം തോന്നിയെങ്കിലും പിന്നീട് കഴിച്ചു നോക്കുമ്പോൾ നല്ല രുചി. അവനെ നന്നായിട്ട് കഴിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു പച്ചക്കറി കാണുകയാണ്. അതായത് അവന്റെ അമ്മ അവന് സന്തോഷത്തോട് കൂടിയിട്ട് അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ഉണ്ടാക്കി കൊടുത്ത ഒരു പച്ച
പച്ചക്കറി പാവയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദുഷ്ടയായിട്ടുള്ള ഈ ആന്റി ഇതുപോലെ സൂപ്പ് ഉണ്ടാക്കിയത്. ഭയങ്കര സങ്കടത്തിൽ ഈ ഒരു കാര്യം നിക്കോള ആന്റിയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആന്റി പറയാണ്, നിന്റെ അമ്മയെ പോലെ പ്രാന്തൊന്നും എനിക്കില്ല, ഫുഡ് ഉണ്ടാക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, 3 നേരം വെട്ടി വിഴുങ്ങണ്ടേ, ഉള്ളത് തിന്ന് എണീച്ച് പോടാന്ന് പറയാണ്. പിന്നെ നിന്റെ അമ്മയുടെ ഒരു കഥ, പ്രാന്തൻ കഥ, എൽഫാമും എൽഫുകളും ചോക്ലേറ്റും സമ്മാനങ്ങളും, നിന്റെ അച്ഛന് വട്ടാടാ, അയാൾ പോയില്ലേ, ഇനി തിരിച്ചു വരാനൊന്നും പോകുന്നില്ല, ആ ഐസിൽ കുറഞ്ഞ് ചത്തുപോവുകയുള്ളൂ. പാവം ഇത് കേട്ട നിക്കോള ആകെ ടെൻഷനാവുകയാണ്. മാത്രമല്ല അവന്റെ അച്ഛൻ അവന് സമ്മാനമായിട്ട് കൊടുത്ത ആ ഒരു തൊപ്പി ഉണ്ടല്ലോ, അതിൽ വരെ ഇപ്പൊ തീ പിടിച്ചിട്ടുണ്ട്. അതെടുത്തോണ്ട് അവൻ പുറത്തേക്ക് ഓടുകയാണ്. മഞ്ഞ കിട്ടുകൊണ്ട് ആ തീയെ കെടുത്തുന്നുണ്ട്. ആ സമയത്താണ് തൊപ്പിയുടെ ഉള്ളിൽ എന്തോ എന്നുള്ളതായിട്ട് അവൻ കാണുന്നത്. നോക്കുമ്പോൾ അതൊരു മഞ്ഞ തുണിയായിരുന്നു. ആ തുണിയിൽ കുറെ മാപ്പുകൾ പോലെ എന്തൊക്കെയോ ഒന്ന് വരച്ചു വെച്ചിട്ടുണ്ട്. ഏതൊക്കെയോ വലിയ മല, ആ മലയിലേക്ക് പോകാനുള്ള വഴികള്, പോകുന്ന വഴിയിൽ ചില രാക്ഷസന്മാരുടെ സ്ഥലം, അങ്ങനെ എന്തൊക്കെയോ വിചിത്രമായിട്ടുള്ള പല കാര്യങ്ങളും. അതായത് ഈ മാപ്പ് എന്ന് പറയുന്നത് അത് എൽഫാമിലേക്കുള്ള വഴികാട്ടിയാണ്. ഇത്രയും നല്ലൊരു മാപ്പ് ഉണ്ടായിട്ട് എന്റെ അച്ഛൻ വഴി അറിയാതെയാണല്ലോ പോയിട്ടുണ്ടാവുക, എത്രയും പെട്ടെന്ന് അച്ഛന്റെ കയ്യിൽ ഇത് എത്തിക്കണം. അങ്ങനെ രാത്രി ആയപ്പോൾ അവന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് ഈ ആന്റി ഉറങ്ങുന്ന സമയം നോക്കിയിട്ട് അവൻ പുറത്തേക്ക് പോവാണ്. ഇവിടെ മുതലാണ് നിക്കോളാസിന്റെ സാഹസികമായ അഡ്വഞ്ചർ യാത്ര അത് ആരംഭിക്കുന്നത്. കൂടെ തന്നെ നമ്മുടെ മിക്കയും കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും നടക്കാൻ ആരംഭിക്കുകയാണ്. കുറച്ചു ദൂരം അങ്ങനെ നടന്ന് ഫുള്ളായിട്ട് മഞ്ഞ് മൂടിയ ഒരു ഗ്രാമത്തിലേക്ക് എത്തുന്നുണ്ട്. അവിടെ വെച്ചൊരു മുത്തശ്ശിയെ കാണുന്നുണ്ട്. അപ്പൊ ആ മുത്തശ്ശി ചോദിക്കുകയാണ്, നിന്നെ ആദ്യമായിട്ടാണല്ലോ ചെറുക്ക കാണുന്നത്, എങ്ങോട്ടാ പോകുന്നത് ചോദിച്ചപ്പോൾ എൽഫാമിലേക്കാന്ന് പറയണം. ഇത് കേട്ടപാട് മുത്തശ്ശി കിടന്ന് ചിരിക്കുകയാണ്. എൽഫാമോ, നിനക്കൊക്കെ വട്ടാട ചക്ക. ഇതും പറഞ്ഞ് ഈ മുത്തശ്ശി അവനെ വല്ലാണ്ട് നിരാശപ്പെടുത്താണ്. ഇതിനുശേഷം അവൻ ഭയങ്കര സങ്കടത്തിലായി കേട്ടോ. പിന്നീട് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ ആ ഒരു തണുപ്പത്ത് വീണ്ടും അവൻ നടക്കാൻ തുടങ്ങുകയാണ്. ഒരുപാട് ദൂരം ആ ഒരു മഞ്ഞിൽ അവനങ്ങനെ നടക്കാൻ തുടങ്ങി കേട്ടോ. പോകെ അവൻ ഭയങ്കരമായിട്ട് ക്ഷീണിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ആ ഒരു എലിക്ക് പോകുന്ന വഴിയിൽ ഓരോ വസ്തുക്കളും, ഇത് മരമാണ്, ഇത് ചെടിയാണ്, ഇത് ഇലയാണെന്ന് ഓരോ കാര്യങ്ങളും നമ്മുടെ മിക്കയ്ക്ക് അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് അവന്റെ എനർജി മുഴുവൻ തീർന്നു. അതുകൊണ്ട് തന്നെ ഒരു ഗുഹയിൽ കയറിയിട്ട് കുറച്ചേരം വിശ്രമിക്കുകയാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഗുഹ അല്ലേ. പിന്നീട് അവൻ മിക്കയോട് സംസാരിക്കുകയാണ്. അവന് കേൾക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിന് പുറത്ത്, ഈ ഒരു ഫെയറി കഥകളൊക്കെ എനിക്കെന്തോ വിശ്വാസം നഷ്ടപ്പെടുന്നു, ഇതൊന്നും ഇല്ലാന്ന് തോന്നുന്നു, കഥകളൊക്കെ വെറും നുണകളായിട്ട് തോന്നുന്നു. ഈ സമയത്ത് ഒരു വിളി കേൾക്കാണ്. മോനെ, ഇതാരെ വിളിച്ചെന്ന് ഞെട്ടിത്തെറിച്ച് നമ്മുടെ നിക്കോള നോക്കുമ്പോൾ മറ്റാരുമല്ല, മിക്ക തന്നെ. നിനക്ക് സംസാരിക്കാൻ പറ്റുമോ? ആ പറ്റും. അപ്പൊ ഇത്രയും നാൾ എന്താ സംസാരിക്കാതിരുന്നത്? എടാ, ഞാൻ നീ പറഞ്ഞായിരുന്നു ഓരോ കാര്യങ്ങളും നോക്കി പഠിക്കായിരുന്നു. ഓ ആണോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഓരോ കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ച് കുറെ നേരം പോകുന്നുണ്ട്. മിക്ക ഇടക്ക് ചോദിക്കുന്നുണ്ട്, കഴിക്കാൻ വല്ലതുണ്ട്? എവിടെ? ഒരു സാധനമില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോ ഇവരുടെ നടത്തം വീണ്ടും തുടങ്ങുകയാണ്. ആ നേരം മിക്ക ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. 4 വലിയ കാലുകള്, വലിയ കൊമ്പ്, അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അതെന്താണെന്ന് നിക്കോളയോട് ചോദിച്ചപ്പോ നിക്കോള പറയാണ്, അതാണ് റെയിൻഡിയർ. അല്ല മിക്ക, നീ എന്താ ഇപ്പൊ അത് ചോദിക്കാൻ കാരണം? അല്ല, ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു സാധനം നിന്റെ പിന്നാലെ ഓടി വരുന്നുണ്ട്. ഓ മൈ ഗോഡ്, എന്നിട്ട് ഇപ്പോഴാണോടാ കഴുതി നീ പറയുന്നത്? തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വലിയ മാന്, വലിയ കൊമ്പൊക്കെ ആയിട്ട് അവനെ കുത്താൻ അങ്ങനെ പാഞ്ഞു വരികയാണ്. നിക്കോള പിന്നെ ഒന്നും നോക്കിയില്ല, രക്ഷപ്പെടാൻ വേണ്ടി ഒരു മരത്തിലേക്ക് പാഞ്ഞ് കയറുന്നുണ്ട്. ഈ മാനാണെങ്കിൽ വന്ന് നല്ല ഇടിയും കൊടുക്കുകയാണ് മരത്തിന്. അങ്ങനെ കമ്പിൽ തൂങ്ങി നിൽക്കുന്ന സമയത്താണ് നിക്കോള ഒരു കാര്യം കാണുന്നത്. അതായത് ഈ മാനിന്റെ ദേഹത്ത് ഒരു അമ്പ് വന്ന് കയറിയിട്ടുണ്ട്. ആ അമ്പിന്റെ ബേക്ക് ഭാഗത്തായിട്ട് ഒരു നീല തോല് കാണുന്നുണ്ട്. ഈ തോല് അവൻ വേറെ എവിടെയോ കണ്ടിട്ടുണ്ട്. അവന്റെ അച്ഛന്റെ കൂട്ടുകാരൻ, ആ വേട്ടക്കാരനുണ്ടല്ലോ, അയാളുടെ അമ്പാണിതെന്ന് അവന് മനസ്സിലായി. പിന്നീട് പതിയെ താഴെ ഇറങ്ങുകയാണ്. അതായത് ആ ഒരു മാനിന് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ മിക്ക പറയണം, നീ അബദ്ധം കാണിക്കാൻ നിൽക്കേണ്ട, അവൻ നിന്നെ കുത്തി മറിച്ചിരുന്നു പറയണം. എന്നാൽ നിക്കോള പറയണ, ഇല്ല, അവൻ എന്നെ ഒന്നും ചെയ്യില്ല, ആദ്യം അവന്റെ വിശ്വാസം നേടിയെടുക്കണം. ഇതിനുവേണ്ടി നിക്കോള കണ്ണടച്ച് അവിടെ നിൽക്കുകയാണ്. അവൻ ഇടിക്കാനായിട്ട് ആ റെയിൻഡിയർ അവന്റെ തൊട്ടടുത്തേക്ക് വന്നു. പക്ഷെ അവനൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നീട് നിക്കോള പതിയെ ചെന്നിട്ട് ആ അമ്പ് പെട്ടെന്ന് തന്നെ വലിച്ചൂരി അവിടെ കുറച്ച് മഞ്ഞ് പൊത്തി കൊടുക്കുകയാണ്. ആ നേരം ഈ ഒരു മാനിന് ഭയങ്കരമായിട്ട് വേദനിച്ചു കേട്ടോ. എന്നാൽ പിന്നീട് കൂളാവുകയാണ്. എന്തായാലും പരിപാടി കഴിഞ്ഞപ്പോൾ നിക്കോള പറയണ, ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ എന്റെ വഴിക്ക് പോട്ടെ. ആ സമയത്ത് ഈ മാനാണെങ്കിൽ തല കുനിച്ചു കൊടുത്ത് അവനോടൊരു നന്ദി പോലെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം വീണ്ടും നിക്കോളയുടെ യാത്ര തുടങ്ങുകയാണ്. എന്നാൽ പാവൻ നിക്കോള നടന്ന് അവസാനം വയ്യാണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് അവന്റെ അരികിലേക്ക് ആ ഒരു റെയിൻഡിയർ വരികയാണ്. നേരത്തെ ചെയ്തു കൊടുത്ത ആ ഒരു ഉപകാരത്തിന് പ്രത്യുപകാരമായിട്ട് ആ മാൻ അവിടെ ഇരുന്നു കൊടുക്കുകയാണ്. നീ എന്റെ പുറത്ത് കയറിക്കോ എന്ന ഭാവത്തിൽ. നിക്കോളയ്ക്ക് മനസ്സിലായി. വേഗം തന്നെ അവൻ ആ ഒരു റെയിൻഡിയറിന്റെ പുറത്ത് കയറുന്നുണ്ട്. മാത്രമല്ല പിന്നീടുള്ള അവന്റെ യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര വേഗത്തിലായിരുന്നു. ഇതേ സമയത്തിന് മിക്കയോട് പറയുന്നുണ്ട്, എടാ, ഞാൻ നിനക്കൊരു പേര് വെച്ചില്ലേ, അതുപോലെ ഇവനും ഒരു പേര് വെക്കണം, നമുക്ക് ബ്ലിറ്റ്സ് എന്ന് വിളിച്ചാലോ? ഇത് കേട്ടപ്പോ മിക്കയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല. അതൊന്നും പറ്റില്ല, എനിക്ക് നീ വെച്ച പേര് മിക്ക എന്നാണ്. അപ്പൊ അതുപോലെ എന്തെങ്കിലും ഒരു ലോക്കൽ പേര് വെച്ചാൽ മതി, വല്ല പൊറിഞ്ചൂന്നോ അപ്പുണ്ണിന്നോ അതുപോലെ, അല്ലാതെ ബ്ലിറ്റ്സൻ ഇത്രയും സ്റ്റാൻഡേർഡ് പേര് ഇതൊന്നും ഇവന് വേണ്ട. എന്തായാലും ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ഇവരുടെ യാത്ര അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പോയി വലിയൊരു മലയുടെ താഴ്വരത്തിൽ എത്തുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നിക്കോൾ ആ ഒരു മാപ്പ് എടുത്ത് നോക്കുമ്പോൾ ആ മാപ്പിൽ കാണിച്ചിരിക്കുന്ന മല അത് ഇത് തന്നെയാണ്. അവന്റെ അമ്മ വരച്ചു വെച്ച ആ ഒരു മാപ്പിലെ പല കാര്യങ്ങളും താണ്ടി ഇപ്പൊ ഈ ഒരു മലയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ അടിവാരത്തിലായിട്ട് വലിയ പാറയിൽ കുത്തിവെച്ച രാക്ഷസന്മാരുടെ മുഖം കാണുകയാണ്. ഈ കാര്യം ആ ഒരു മാപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇത് താണ്ടി കഴിഞ്ഞാൽ അപ്പുറത്താണ് എൽഫാം എന്ന ആ ഒരു ഗ്രാമം ഉള്ളത്. അങ്ങനെ കുറച്ചധികം കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ആ ഒരു മലയും താണ്ടി അപ്പുറത്തേക്ക് എത്തി നോക്കുമ്പോൾ
എൽഫാമും ഇല്ല, ഒന്നുമില്ല, വെറും മഞ്ഞുകളും മാത്രം. ഇത് കണ്ട് നിക്കോൾ ആകെ നിരാശനാവുകയാണ്. പോരാത്തതിന് അവിടെ വെച്ച് അവന്റെ അച്ഛന്റെ കത്തി കൂടെ കിട്ടുകയാണ് കേട്ടോ. ഇതുകൂടെ കണ്ടപ്പോ അവൻ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുകയാണ്. കഥയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നുണയാണ്. ഈ മാപ്പ് പറഞ്ഞതുപോലെ ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. അങ്ങനെ നിരാശയുടെ പടുകുഴിയിലേക്ക് വീണ നിക്കോള പാവം അവൻ തളർന്ന് വീണു പോവാണ്. പതിയെ പതിയെ മയങ്ങി പോകുന്നുണ്ട്. ഈ സമയത്ത് അവിടെ വെച്ച് അവനെ രക്ഷപ്പെടുത്താനായിട്ട് ആരുമില്ല. മിക്കയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ രക്ഷിക്കണേ, ഓടി വരണേ, ആരെങ്കിലും വരണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അതിലൂടെ രണ്ടാൾക്കാർ പോകുന്നുണ്ട്, ഒരു അപ്പൂപ്പനും ഒരു ചെറിയ പെൺകുട്ടിയും. അപ്പൊ ആ ഒരു പെൺകുട്ടി അപ്പൂപ്പനോട് ചോദിക്കുന്നുണ്ട്, അപ്പൂപ്പ ഇതാരാണ്? ഈ സമയത്ത് ആ അപ്പൂപ്പൻ പറയാണ്, മോളെ ഇതാണ് മനുഷ്യരോ? അയ്യോ അപ്പൂപ്പ നമുക്ക് വേഗം പോവാം, ഇവന്മാരുടെ കയ്യിൽ കിട്ടിയാൽ നമ്മളെ പിടിച്ചു തിന്നില്ലേ? എന്നാ അപ്പൂപ്പൻ പറയാണ്, ഇല്ല മോളെ, അവൻ എന്തോ ആപത്തിലാണ്, നമുക്ക് രക്ഷപ്പെടുത്താന്ന് പറയണം. പിന്നീട് ഈ അപ്പൂപ്പൻ നമ്മുടെ നിക്കോളയുടെ ദേഹത്ത് കൈവച്ച് എന്തോ ചില മന്ത്രങ്ങൾ ചൊല്ലിയപ്പോ എന്തോ ഒരു കരണ്ട് പോലെ അവന്റെ ദേഹത്തോട് പോകുന്നുണ്ട്. ഉടനെ തന്നെ ബോധമില്ലാതെ കിടന്നിരുന്ന നമ്മുടെ നിക്കോള ചാടി എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റ പാടന്നെ ഞാനിതെവിടെയാ, എന്റെ അച്ഛനെവിടെ, എനിക്ക് എന്തൊക്കെയാ പറ്റിയെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ ഒരു അപ്പൂപ്പൻ പറയാണ്, മോനെ പേടിക്കൊന്നും വേണ്ട, നീ ചെറുതായിട്ടൊന്ന് ബോധം കിട്ടി വീണതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ എഴുന്നേറ്റ് ചോദിച്ചപ്പോ ആ ഒരു പെൺകുട്ടി പറയാണ്, നിന്റെ ദേഹത്ത് എന്റെ അപ്പൂപ്പൻ ബ്രിംസ് എന്ന മന്ത്രം ഉപയോഗിച്ചു. അതെന്ത് മന്ത്രം എന്ന് ചോദിച്ചപ്പോ ഈ അപ്പൂപ്പൻ പറഞ്ഞു കൊടുക്കാണ്, മോനെ അതൊരു വിശ്വാസമാണ്. ഞാൻ നിന്റെ ദേഹത്ത് കൈവച്ചു, ഈ കുട്ടിക്ക് ഒന്നും ഉണ്ടാവില്ലേ, അവന്റെ തണുപ്പ് മാറണേ, അവന്റെ ജീവൻ രക്ഷപ്പെടണേ എന്ന് ഞാൻ ആഗ്രഹിച്ചു, ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ടാണ് നിനക്ക് ഇതുപോലെ നിന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. എന്നാൽ ഇത് കേട്ട സമയത്ത് നിക്കോള പറയാണ്, ഒരിക്കലുമില്ല, ഇതൊക്കെ ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞപ്പോ ഈ അപ്പൂപ്പൻ പറയണ, മോനെ ഇമ്പോസിബിൾ എന്ന് പറയുമ്പോൾ അതിൽ തന്നെയുണ്ട് മോനെ ഒരു പോസിബിലിറ്റി. നമ്മൾ വിശ്വസിക്കണം, എല്ലാത്തിലും വിശ്വസിക്കണം. എന്തായാലും വഴിതെറ്റി മോനി എൽഫാമിലേക്ക് വന്നതല്ലേ, ഇവിടുന്ന് തിരിച്ചു പോയിക്കുമെന്ന് പറയണം. ഇത് കേട്ടപാട് നിക്കോള പറയണ, എൽഫാമോ? ഇതോ, ഞാൻ ഈ ഒരു എൽഫാം തേടി തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഈ സമയത്ത് ചിരിച്ചുകൊണ്ട് ആ ഒരു പെൺകുട്ടി പറയാണ്, എൽഫാം തേടിക്കൊണ്ട് വന്നോ? നീ ഇപ്പൊ നിൽക്കുന്നത് തന്നെ എൽഫാമിലാണ്. ഇത് കേട്ടപ്പോ വീണ്ടും നിക്കോള ഞെട്ടാണ്, എവിടെ, ഞാൻ കാണുന്നില്ലല്ലോ. ഇപ്പൊ അപ്പൂപ്പൻ പറയണ, മോനെ ആദ്യം ഈ എൽഫാം എന്ന ഒരു ഗ്രാമം ഉണ്ട് എന്ന് നീ വിശ്വസിക്കുക, അതിനുശേഷം നീ കണ്ണ് തുറന്ന് നോക്ക്, നിനക്ക് കാണാൻ കഴിയും. നിക്കോള വേഗം തന്നെ കണ്ണടക്കുകയാണ്, ഞാൻ വിശ്വസിക്കുന്നു, എൽഫാം ഉണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് അവൻ കണ്ണ് തുറന്നു നോക്കിയിട്ട് കുറച്ചു ദൂരം നടന്നപ്പോൾ അവിടുത്തെ ആ ഒരു മഞ്ഞെല്ലാം മാറി. അവിടെ എൽഫാമുകളുടെ ആ ഒരു നാട്, ആ ഒരു ഗ്രാമം, ചെറിയൊരു പട്ടണം തന്നെയാണ്. അത് അവൻ കാണുകയാണ്. കുറെ കുഞ്ഞു വീടുകൾ, അതിലൂടെ നടക്കുന്ന ഒരുപാട് ആൾക്കാർ. ഇപ്പൊ ഈ അപ്പൂപ്പനും അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയും പോയില്ലേ, അവരുടെ കൂടെ തന്നെ നിക്കോളയും അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോ ആ ഒരു അപ്പൂപ്പൻ പറയുന്നുണ്ട്, മോനെ നീ ഇവിടെ നിൽക്കണ്ട, വേഗം തിരിച്ചു പോയിക്കോ. എന്നാ നിക്കോൾ അവരുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കുകയാണ്. എന്താ അപ്പൂപ്പ ഈ പറയുന്നത്? എന്റെ അമ്മയുടെ കഥകളിൽ ഞാൻ കേട്ടത് ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരെ നിങ്ങൾ നന്നായിട്ട് സ്വീകരിക്കുന്നില്ലേ? ഇതെല്ലാം പറഞ്ഞ് ആ ഒരു സ്ഥലം മുഴുവനും ഭയങ്കര അമ്പരപ്പോട് കൂടി തന്നെ നമ്മുടെ നിക്കോളെ നോക്കുകയാണ്. അമ്മ കഥയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു മാജിക്കൽ വേൾഡ് തന്നെ, എന്തൊരു രസമാണ് ഇവിടെ കാണാനായിട്ട്. ഇതേ നേരം ആ സ്ഥലത്തിലെ കുറച്ച് ഗാർഡുകൾ അതിലൂടെ പോകുന്നുണ്ട്. വേഗം തന്നെ നിക്കോളെ ഈ അപ്പൂപ്പൻ മറച്ചു പിടിക്കുകയാണ്. ആ നേരം അവിടെ ഉണ്ടായിരുന്ന ഒരു മിസ്സിംഗ് നോട്ടീസ് കാണുന്നുണ്ട് കേട്ടോ. ഒരു പെൺകുട്ടിയാണ്, അവളുടെ പേര് ലിറ്റിൽ കീപ്പ് എന്നാണ്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഇതിനുശേഷം ഒരു മരത്തിന്റെ വണ്ടി കൊണ്ട് ഒരു ഡോർ ഒരാൾ മറച്ചു വെച്ചായിരുന്നു. ആ ഡോറിന്റെ അടുത്തേക്ക് പോയിട്ട് ഈ അപ്പൂപ്പൻ അതൊന്ന് മാറ്റാൻ വേണ്ടി പറയണം. ഇതിനുശേഷം ആ രഹസ്യവാതിലൂടെ ഈ അപ്പൂപ്പനും പെൺകുട്ടിയും കൂടെ തന്നെ നമ്മുടെ നിക്കോളയും ഇവര് 3 പേരും ഉള്ളിലേക്ക് പോവാണ്. ഉള്ളിലേക്ക് പോയി നോക്കിയ സമയത്ത് കുറെ ആൾക്കാര് പാട്ടും ഡാൻസും എന്തൊരു സന്തോഷത്തിലാണെന്നറിയോ. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാര്യം നിക്കോള കാണുന്നത്. ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇതുവരെയായിട്ടും അവൻ കണ്ടിട്ടില്ല. ഭക്ഷണവും പാനീയങ്ങളും മധുരപലഹാരങ്ങളും എന്തൊരു രസാന്ന്. നമ്മുടെ മീക്കയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കേക്കിന്റെ മുകളിലൂടെയൊക്കെ ചാടി ഓടുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവൻ കഴിക്കാൻ പോകുന്നത്. പോരാത്തതിന് അവന്റെ വലുപ്പത്തിനൊത്ത ചെറിയ ചെറിയ വീടുകളും. അപ്പൊ ഇതൊന്നും മനസ്സിലാവാതെ നിക്കോള ആ അപ്പൂപ്പനോട് ചോദിക്കുന്നുണ്ട്, അപ്പൂപ്പ ഇതൊക്കെ എന്താണ്? ഇപ്പൊ അപ്പൂപ്പൻ പറയാണ്, മോനെ ഇതാണ് ക്രിസ്മസ്. ക്രിസ്മസോ? അതെന്താണ്? ആഹാ, അതുപോലെ എന്താണെന്ന് അറിയില്ല അല്ലേ. ഇപ്പൊ ആ ഒരു ചെറിയ പെൺകുട്ടി നിക്കോളയ്ക്ക് കാര്യം എന്താന്ന് പറഞ്ഞു കൊടുക്കാണ്. വർഷത്തിൽ ഒരു ദിവസം മാത്രം ഉണ്ടാവുന്ന ഒരു പരിപാടിയാണ് ക്രിസ്മസ്. ആ ദിവസം ഞങ്ങൾ ആരും ശോകമായിട്ട് വിഷമിച്ചിരിക്കില്ല. എല്ലാവരും എല്ലാ ദുഃഖവും മറന്ന് ആഘോഷിക്കും. ഡാൻസും പാട്ടും ഭക്ഷണവും മധുരപലഹാരങ്ങളും എല്ലാമായിട്ട്. ഇതേ സമയത്തിന് അപ്പൂപ്പൻ പറയാണ്, മോനെ നിക്കോള, ഞങ്ങൾ ഇത് നടത്തുന്നത് എല്ലാവരും അറിഞ്ഞുകൊണ്ടൊന്നുമല്ല, നമ്മൾ റിബൽസായി നിന്നുകൊണ്ടാണ് ഇതൊക്കെ നടത്തുന്നത്. അതായത് ഈ നാട്ടിലെ ഒരു അധികാരി ഉണ്ടാവുമല്ലോ, ആ അധികാരി അറിയാതെ പെട്ടെന്ന് തന്നെ ഒരാൾ ഓടി വന്നിട്ട് പറയാണ്, റൈഡ് അവരിങ്ങോട്ടേക്ക് വന്നു എന്ന്. നോക്കുമ്പോ ആരാണ്? ഈ എൽഫുകളുടെ ഈ ഒരു രാജ്യം ഉണ്ടല്ലോ, ഈ രാജ്യത്തിന്റെ രാജ്ഞി വരികയാണ്. രാജ്ഞി ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവള് ഭയങ്കര ഡേഞ്ചർ ആട്ടോ. വന്ന വാർഡിനെ എല്ലാവരും ആകെ പേടിച്ചു പോകുന്നുണ്ട്. ഇതുപോലുള്ള ക്രിസ്മസ് സെലിബ്രേഷൻ ഇതെല്ലാം രാജ്ഞി അറിയാതെയാണ് ഇവര് നടത്തുന്നത്. ഇത് ഈ നാട്ടിൽ നിരോധിച്ചതാണ്. ഇതിന് കാരണമുണ്ട്. ഇങ്ങനെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ പുറത്തുനിന്ന് മനുഷ്യന്മാര് ഇതറിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ നാട്ടിൽ ഒരുപാട് ആപത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് എൽഫുകളുടെ ഇടയിൽ ഒരു മനുഷ്യനെ ഇപ്പൊ ഈ രാജ്ഞി കാണാണ്. നീ ആരാ? നീ എവിടുന്നാ വന്നേ? ഇപ്പൊ നിക്കോള എഴുന്നേറ്റ് പറയാണ്, ഞാനൊരു മനുഷ്യനാണ്. ആ മനസ്സിലായി, നിന്നെ ആരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഇപ്പൊ ആ ഒരു അപ്പൂപ്പൻ എഴുന്നേൽക്കാണ്. അതുപിന്നെ രാജ്ഞി, ഇവൻ വയ്യാതെ കിടന്നപ്പോ ഞാൻ മന്ത്രം ഉപയോഗിച്ച് ഇവന് ജീവൻ തിരിച്ചു നൽകി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. എന്ത്? മനുഷ്യർക്ക് വേണ്ടി മന്ത്രം ഉപയോഗിച്ചിരുന്നു? ഇപ്പൊ രാജ്ഞി അവരുടെ ആ ഒരു പവർ ഉപയോഗിച്ച് അപ്പൂപ്പനെ തൂക്കിയെടുക്കുകയാണ്. അപ്പൊ അപ്പൂപ്പൻ പറയുന്നുണ്ട്, നമ്മളെല്ലാം എൽഫുകളല്ലേ, നമ്മുടെ ഈ ഒരു മാന്ത്രിക വിദ്യ നല്ലതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കണ്ടേ? ഇത് കേട്ടപ്പോ രാജ്ഞി പറയണ, ആ നല്ലതിനു വേണ്ടി ഉപയോഗിച്ച് നമ്മളിപ്പോ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. പക്ഷെ നോക്കിക്കോ, നമ്മൾ എൽഫുകൾ ആരാണെന്ന് അധികം വൈകാതെയും മനുഷ്യന്മാരറിയും. രാജ്ഞി എന്താണെന്നറിയില്ല, ഭയങ്കര ദേഷ്യത്തിലാണ്. അപ്പൊ നിക്കോള
നിക്കോള ചോദിക്കുന്നുണ്ട് രാജ്ഞി ശരിക്കുള്ള പ്രശ്നം എന്താണ്. അപ്പൊ രാജ്ഞി പറയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു സ്ത്രീ ഇങ്ങോട്ടേക്ക് വന്നായിരുന്നു. വളരെ മാന്യമായിട്ട് നല്ല രീതിയിൽ ഞങ്ങളോട് പെരുമാറി. അതൊരു മനുഷ്യയായിരുന്നു. ഞങ്ങൾ എല്ലാവരും അന്നു മുതൽ ഭയങ്കര ഹാപ്പിയായി. അതിനുശേഷം ഞങ്ങൾ വിചാരിച്ചു വരുന്ന എല്ലാ മനുഷ്യരും ഇങ്ങനെ തന്നെ ആയിരിക്കുന്നത്. ഈ അടുത്ത കുറച്ച് ആൾക്കാർ വന്നു. ഇവിടെ വന്ന് കുറെ തെമ്മാടിത്തരവും കാണിച്ചിട്ടാണ് അവന്മാര് പോയത്. അതോടുകൂടി മനുഷ്യരെ ഞങ്ങൾ വെറുത്തുപോയി. ഓ വല്ലാത്ത ജാതികൾ. അവരൊരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു, വേട്ടക്കാരുണ്ടായിരുന്നു അവരുടെ കൂട്ടത്തില്. അത് എന്റെ അച്ഛനും അച്ഛന്റെ കൂട്ടുകാരാണല്ലോ. നിന്റെ അച്ഛനാണോ? ആഹാ, ഒരുത്തിനക്കായി കിട്ടാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്ത് തെമ്മാടിത്തരം അവരിവിടെ വന്ന് കാണിച്ചെന്നറിയോ? ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ദാ ഈ നിൽക്കുന്ന 2 ദമ്പതിമാരുണ്ടല്ലോ, ഇവരുടെ മകളായിട്ടുള്ള ലിറ്റിൽ കേപ്പിനെ അവർ തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അത് വെച്ച് ഞങ്ങളോട് അവർ വിലവേശാൻ നിൽക്കുകയാണ്. എന്തായാലും നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലടാ. തൂക്കിക്കൊണ്ടുപോയിട്ട് ആ ഒരു ടവറിന്റെ ഉള്ളിലിട്ട് അധികം വൈകാതെ ഇവനെ തൂക്കി കൊല്ലാൻ പറയണം. അങ്ങനെ ഭടന്മാര് വന്നിട്ട് പാവം നമ്മുടെ നിക്കോളയെ തൂക്കി കൊണ്ടുപോവാണ്. അപ്പൊ നിക്കോള പറയുന്നുണ്ട്, ഡാ മീക്ക, എന്താ ഈ ടവർ എന്ന് വെച്ചാൽ നിനക്ക് അറിയോ? അവിടെ വെച്ച് എന്നെ ഇവരെന്താ ചെയ്യാൻ പോകുന്നത്? എന്തായാലും ഒരു കാര്യം ചെയ്യും, നീ രക്ഷപ്പെട്ടു എന്ന് പറയാണ്. ആദ്യമൊന്നും മീക്ക പോവാൻ കൂട്ടാക്കിയില്ല. പക്ഷേ നിക്കോള പറഞ്ഞ് നിർബന്ധിച്ച് അവനെ പറഞ്ഞേക്കുകയാണ്. അങ്ങനെ ഈ ഭടന്മാര് നമ്മുടെ നിക്കോളയെ ആ ഒരു ടവറിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിടുന്നുണ്ട്. അവനാകെ പേടിച്ചു പോവാണ്. ഇതേ സമയത്ത് തന്നെ അവിടെ വെച്ച് ഒരു ചിരി കേൾക്കുന്നുണ്ട്, ഒരു കള്ളച്ചിരി. ഇപ്പൊ നോക്കുമ്പോൾ ഇരുട്ടിൽ നിന്നും ഒരു ചെറിയ പെൺകുട്ടി പതിയെ പറന്നുകൊണ്ട് പുറത്തേക്ക് വരാണ്. അവളുടെ ചെവിക്കും അത്യാവശ്യം വലുപ്പമുണ്ട്. അതായത് എൽഫുകളിൽ തന്നെ വ്യത്യസ്തയായിട്ടുള്ള ഒരാളാണ് ഈ ഒരു പെൺകുട്ടി. അവളിപ്പോ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്റെ പേരാണ് ട്രൂത്ത് പിക്സി. അവളുടെ പേരിൽ തന്നെ ഒരു ട്രൂത്ത് ഉണ്ട്, സത്യമുണ്ട്. അതായത് നുണ പറയാത്ത, സത്യം മാത്രം പറയുന്ന ഒരു എൽഫാണ് ഈ ഒരു ട്രൂത്ത് പിക്സി. ആള് ഭയങ്കര ഫണ്ണിയാണ് കേട്ടോ. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ നിക്കോളെ ഒന്ന് ചില്ല് ചെയ്യിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അതിനിടയിൽ ഇവനൊരു മനുഷ്യനാണെന്ന് പറഞ്ഞപ്പോ, ആഹാ, അപ്പൊ നിങ്ങളാണല്ലേ ആ ഒരു ലിറ്റിൽ കീപ്പിനെ തട്ടിക്കൊണ്ടുപോയത്? എന്നാ നിക്കോള പറയണത്, അത് ഞാനല്ല ചെയ്തത്. സത്യം പറയടാ, നിങ്ങൾ തന്നെയല്ലേ തട്ടിക്കൊണ്ടുപോയത്? എന്നാ വീണ്ടും നിക്കോള പറയുന്നുണ്ട്, അല്ലടോ, ഞാനല്ല തട്ടിക്കൊണ്ടുപോയത്. ഇതേ സമയത്ത് തന്നെ ചെറിയൊരു പടക്കെടുത്ത് അവന്റെ മുന്നിൽ വെച്ച് അത് ഈ ഒരു ട്രൂത്ത് പിക്സി പൊട്ടിക്കുകയാണ്. ഇതെന്താ സംഭവം, ഇതെന്തിനാ ഇങ്ങനെ ചെയ്തേന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ട്രൂത്ത് പിക്സി പറയാണ്, അത് പിന്നെ ആരെങ്കിലും ഒരാളെ ഒരു ആപത്തിലേക്ക്, ഒരു ട്രാപ്പിലേക്ക് തള്ളിവിടുമ്പോൾ ഞാൻ ചെയ്യാറുള്ള പതിവാണിത്. അല്ല, ഇവിടെ ഇപ്പൊ ആരാണ് അപകടത്തിലായെന്ന് നിക്കോള ചോദിക്കുമ്പോൾ തൊട്ടു പിന്നിൽ തന്നെ ഒരു വലിയ രാക്ഷസൻ, ഒരു ജിയന്റ് വരികയാണ്. പാവം നമ്മുടെ നിക്കോളയെ തൂക്കിയെടുക്കുകയാണ്, അവനെ വിഴുങ്ങാൻ നോക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു പിക്സി പറയണം, ഒന്നും നോക്കണ്ട, അവനെ ചവച്ചരച്ച് തിന്നോന്ന്. ഇപ്പൊ നിക്കോള കിടന്ന് നിലവിളിക്കാൻ തുടങ്ങുകയാണ്, എന്റെ പൊന്നു പിക്സിയെ എന്നെ രക്ഷിക്കണം പ്ലീസ്, ദയവ് ചെയ്തിട്ട്. ഇത് കേട്ടപ്പോ എന്തോ അവനെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ട, രക്ഷപ്പെടുത്താ എന്ന് കരുതിയിട്ട് പിക്സി ഇപ്പോൾ ഒരു ചെറിയ ഇലയുമായിട്ട് അങ്ങോട്ടേക്ക് കയറി ചെന്ന് അവന് കൊടുക്കുകയാണ്. ഇത് നീ പറ്റിയെങ്കിൽ ആ രാക്ഷസന്റെ വായിലേക്ക് അങ്ങോട്ട് തിരികെ വെക്ക്. ആ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഇല രാക്ഷസന്റെ വായിലേക്ക് വെച്ച സമയത്ത് അല്പനേരത്തേക്ക് അതിന്റെ ആ ഒരു ബോധം പോയി. സമയം അധികം നേരമില്ല, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ടവറിന്റെ പുറത്തേക്ക് പോകണം. ഇതും പറഞ്ഞ് നിക്കോളയുടെ കയ്യിൽ അവൾ പിടിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇവർ രണ്ടുപേരും ആകാശത്തിലേക്ക് പറന്നു പോവാണ്. അപ്പോഴേക്കും ആ ഒരു ടവറിന്റെ മുകൾ ഭാഗം തകർന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോ നമ്മുടെ പിക്സി പറക്കുന്നത് പോലെ തന്നെ അവളുടെ കൂടെ ഇപ്പോൾ നിക്കോളയുണ്ട്. അപ്പൊ നിക്കോളയോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് പറക്കുന്ന ഈ ഒരു എക്സ്പീരിയൻസ്? നിക്കോള പറയണ, മിക്കവാറും ഞാനിപ്പോ വാള് വെക്കും, എന്റെ വയറ്റിലുള്ളത് മുഴുവൻ പുറത്തേക്ക് വരാനായി തോന്നുന്നു. എന്റെ പൊന്നു മോനെ ഇവിടെ വെച്ച് ഛർദ്ദിക്കില്ലേ, മുഴുവൻ അതിൽ ഞാൻ കുളിച്ചു പോകും. പിന്നീട് വേഗം താഴേക്ക് പറന്നിറങ്ങിയിട്ട് ഒരു ചിമ്മിനി ഉണ്ടായിരുന്നു, അതിന്റെ ബേക്കിൽ പോയിട്ട് വിളിക്കുകയാണ്. ഇപ്പൊ ഈ ഗാർഡുകൾ മുഴുവനും പാവം നമ്മുടെ നിക്കോളയെ തപ്പി നടക്കുകയാണ്. അപ്പൊ ഭടന്മാരങ്ങനെ ചോദിക്കുന്നുണ്ട്, എവിടെ നിക്കോള, എവിടെ നിക്കോള? ഈ സമയത്ത് ട്രൂത്ത് പിക്സി അവള് നുണ പറയില്ലല്ലോ, ചേട്ടാ ദാ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറയാണ്. ഇതെന്ത് സാധനം, രക്ഷപ്പെടുത്തുകയും ചെയ്യും, അതുപോലെ തന്നെ കൊണ്ടുപോയി കുഴിയിലിടുകയും ചെയ്യും. പിന്നെ നിക്കോള ഒന്നും നോക്കിയില്ല, അവിടുന്ന് താഴേക്ക് ഇറങ്ങി ഓടുകയാണ്. നേരെ ചെന്ന് കയറുന്നത് ഒരു ക്ലാസ് റൂമിലേക്കാണ്. കുറെ എൽഫ് കുട്ടികളും അതുപോലെ തന്നെ അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ടീച്ചറും. അപ്പൊ ടീച്ചർ പറയുന്ന കാര്യം, ഒരു കാരണവശാലും മനുഷ്യരെ വിശ്വസിക്കാൻ പാടില്ല. ഇനി എങ്ങാനും മനുഷ്യരെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കുട്ടികൾ കരഞ്ഞു കാണിച്ചു കൊടുക്കുകയാണ്. അതായത് മനുഷ്യരെ കണ്ടാൽ കുട്ടികൾ ഇതുപോലെ കരയണം. ഇതും പറഞ്ഞ ടീച്ചർ തിരിഞ്ഞു നോക്കുമ്പോൾ പിള്ളേരെല്ലാം കൂടി എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ എന്താ, നമ്മുടെ നിക്കോള അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ നിക്കോള വേഗം തന്നെ ടീച്ചറോട് പറയുന്നത്, ടീച്ചറെ എല്ലാവരും വിളിച്ചു വരുന്നില്ല, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, ഞാൻ ബാക്കിയുള്ള മനുഷ്യരെ പോലെയല്ല. ഇവിടെ വെച്ച് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ കാണാതായ ലിറ്റിൽ കീപ്പിനെ ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരാം, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറയാണ്. എന്നാൽ ഈ ടീച്ചറും ഒരു റിബലിൽപ്പെട്ട ആളാണ്, അതായത് രാജ്ഞിയുടെ ഈ ഭരണമൊന്നും ഇഷ്ടമില്ലാത്ത ആള്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിക്കോളയെ രക്ഷപ്പെടുത്താനായിട്ട് ടീച്ചർ ഒരു വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് അവിടെ തന്നെ ഒരു സീക്രട്ട് ഡോർ ഉണ്ടായിരുന്നു, അതിലൂടെ നിക്കോളയോട് പുറത്തേക്ക് പോകാൻ പറയുന്നുണ്ട്. അവന്റെ കൂടെ തന്നെ മറ്റേ ഒരു ട്രൂത്ത് പിക്സി ഉണ്ട്. പുറത്തേക്ക് വന്ന പാടെ തന്നെ നിക്കോള എങ്ങോട്ടേക്ക് വന്നത് എന്തിന്റെ പുറത്താണ്? ആ ഒരു റെയിൻഡിയറിന്റെ പുറത്തല്ലേ. അവന് നല്ലൊരു സ്റ്റൈലിഷ് പേരും വെച്ചായിരുന്നല്ലോ, ബിറ്റ്സൺ അല്ല ബ്ലിസ്റ്റൻ. അവന് ഓടി വന്നു. അവന്റെ പിറകാലെ തന്നെ നമ്മുടെ മിക്കയും വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവര് രണ്ടുപേരും ബ്ലിറ്റ്സിന്റെ പുറത്ത് കയറിയിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഭടന്മാര് വന്നിട്ട് വളഞ്ഞിട്ടുണ്ട്. ഈ നേരം തന്നെ നമ്മുടെ ട്രൂത്ത് പിക്സി ഉണ്ടല്ലോ, കയ്യിലുണ്ടായിരുന്ന പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് അവന്മാരുടെ ശ്രദ്ധ തിരിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അവരിപ്പോ ട്രാപ്പായി നിൽക്കുകയാണ്. ഇനി എങ്ങനെ രക്ഷപ്പെടും? ട്രൂത്ത് പിക്സി അവളുടെ കയ്യിലാണെങ്കിൽ ഇനി ഒരൊറ്റ പടക്കേ ബാക്കിയുള്ളൂ, അത് നേരെ വെച്ച് പൊട്ടിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഭടന്മാരുടെ ശ്രദ്ധ മാറിയപ്പോൾ നിക്കോളയും കൂട്ടിക്കൊണ്ട് അവൾ നേരെ ആ ഒരു മെയിൻ ഗേറ്റിന്റെ അടുത്തേക്ക് പോയിട്ട് പറയാണ്, നീ രക്ഷപ്പെട്ടോ, എത്രയും പെട്ടെന്ന് തന്നെ ലിറ്റിൽ കീപ്പിനെ കണ്ടുപിടിക്കണം, ഞാൻ ഈ ഒരു ഡോറ് ഉള്ളിൽ നിന്ന് ക്ലോസ് ചെയ്യാന്ന് പറയണം. അങ്ങനെ പിക്സിയോട് യാത്ര പറഞ്ഞ് നിക്കോള, മിക്ക, അതുപോലെ തന്നെ നമ്മുടെ മാനുണ്ടല്ലോ ബ്ലിറ്റ്സർ, ഇവരെ അവിടെ നിന്ന് ഓടി പാഞ്ഞു പോവാണ്. ഇത്രയും ദിവസം നമ്മുടെ നിക്കോളയ്ക്ക് വലിയ ലക്ഷ്യമോ കാര്യമോ ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോഴൊരു ലക്ഷ്യമുണ്ട്. ഈ എൽഫുകൾ ഉണ്ടല്ലോ, അവർക്ക് മനുഷ്യരോട് ദേഷ്യം തോന്നാനുള്ള കാരണം എന്താണ്? മനുഷ്യരാണ് ലിറ്റിൽ കീപ്പിനെ തട്ടിക്കൊണ്ടുപോയത് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ലിറ്റിൽ കീപ്പിനെ കണ്ടുപിടിക്കണം. സോ ആ വ്യക്തമായ ലക്ഷ്യത്തോട് കൂടിയിട്ട് അവന്റെ യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ
ഒരുപാട് ദൂരത്തെ യാത്രയ്ക്ക് ശേഷം അവൻ വലിയൊരു കാട്ടിലെത്തുന്നുണ്ട്. ഇരുട്ട് മൂടിയ വല്ലാത്തൊരു കാട്. അതിന്റെ ഒരു ഭാഗത്തുനിന്ന് നന്നായിട്ട് പുകയും വരുന്നുണ്ട്. അവൻ പതിയെ അങ്ങോട്ടേക്ക് നടന്നു പോകുമ്പോൾ സ്വർണ്ണ നിറമുള്ള ഒരു ചരട് കാണുന്നുണ്ട്. അത് ഫോളോ ചെയ്ത് കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ ഒരു ഇരുമ്പിന്റെ കൂട്ടിലായിട്ട് ഒരു കുട്ടിയെ കാണുന്നുണ്ട്. ഇത് തന്നെയാണ് എൽഫുകളുടെ ഗ്രാമത്തിൽ നിന്ന് കാണാതായ ലിറ്റിൽ കീപ്പ്. മാത്രമല്ല കുറച്ച് അപ്പുറത്തായിട്ട് ഒരു കൂട്ടം വേട്ടക്കാരുണ്ട്. ആ കൂട്ടത്തിൽ അവന്റെ അച്ഛനും ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ പിന്നിൽ നിന്നും നിക്കോളെ ആരൊരാൾ പിടിക്കുന്നുണ്ട്. ഈ വേട്ടക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. വേറെ ആരും ആണെന്ന് കരുതിയിട്ടാണ് നിക്കോളയെ പിടിച്ചത്. അങ്ങനെ പിടിച്ച് എല്ലാവർക്കും മുന്നിൽ കൊണ്ടുപോയി വെച്ചപ്പോഴാണ് നിക്കോള അവന്റെ അച്ഛനെ കാണുന്നതും അച്ഛനാകെ ഞെട്ടിപ്പോയി. മോനെ നിക്കോള, നീ എങ്ങനെ ഇവിടെ വന്നത്? നിക്കോള ഇപ്പോ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തിനാണ് അച്ഛാ ലിറ്റിൽ കീപ്പിനെ തട്ടിക്കൊണ്ടുപോകുന്നത്? അത് പിന്നെ മോനെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്ക് ജീവിക്കണ്ടേ, നല്ല കാശ് വേണ്ടേ? ഇപ്പൊ നിക്കോള പറയുന്നത്, അച്ഛാ ഒരു ചീത്ത മനുഷ്യനായിട്ട് ഒരുപാട് കാശ് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അങ്ങനെയാണോ നമ്മൾ ജീവിക്കേണ്ടത്? അമ്മ അങ്ങനെയാണോ നമ്മളോട് പറഞ്ഞത്? നിക്കോളയുടെ അച്ഛൻ ഒരു പാവം മനുഷ്യനാണ്. നിക്കോള പറഞ്ഞ ആ ഒരു കാര്യം അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലായി. പക്ഷേ നിക്കോളയുടെ അച്ഛന്റെ കൂട്ടുകാർ, ആ വേട്ടക്കാര്, അവർ അത്ര നല്ല ആൾക്കാരായിരുന്നില്ല. എന്നാൽ അവരുടെ കയ്യിൽ പെട്ടാൽ നിക്കോളയെ ചിലപ്പോൾ അവരെന്തെങ്കിലും ചെയ്തു കളയും. അതുകൊണ്ട് തന്നെ അവന്റെ അച്ഛനായിട്ട് തന്നെ നിക്കോളയെ കെട്ടിയിടുകയാണ്. മോനെ, ഞാൻ ഈ ചെയ്യുന്നത് നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്, നിനക്കൊന്നും പറ്റാതിരിക്കാൻ. നിക്കോള എന്ത് പറഞ്ഞിട്ടും അവന്റെ അച്ഛൻ കേട്ടില്ല കേട്ടോ. അങ്ങനെ രാത്രി എല്ലാവരും ഉറങ്ങിയ സമയത്ത് അവന്റെ അച്ഛൻ വന്നിട്ട് അവന്റെ ആ ഒരു കെട്ടുകൾ മുറിച്ചു കൊടുക്കുകയാണ്. മോനെ, ഇനി ഇവിടെ നിൽക്കണ്ട, ആ ചെറുക്കനെയും കൂട്ടി എത്ര പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ബ്ലിറ്റ്സൺ ഉണ്ടല്ലോ, അവനെയും റെഡിയാക്കി. അതിന്റെ പുറത്ത് നമ്മുടെ ഒരു ലിറ്റിൽ കീപ്പും അതുപോലെ തന്നെ നിക്കോള രണ്ടുപേരും കയറുകയാണ്. രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ തന്നെ അച്ഛന്റെ കൂട്ടുകാർ എഴുന്നേറ്റിട്ടുണ്ട്. എല്ലാവരും വേട്ടക്കാരാണ്. ഇവർക്ക് നേരെ അമ്പ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിക്കോള പറയണ, അച്ഛൻ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട, ഞങ്ങളുടെ കൂടെ വാന്ന് പറയാണ്. അപ്പൊ ഈ മഞ്ഞിലൂടെ ഇങ്ങനെ തെന്നി പോകുന്ന അങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു വണ്ടിയിൽ ഇപ്പോൾ നിക്കോളയുടെ അച്ഛൻ കയറി നിൽക്കുകയാണ്. അതിന്റെ ആ ഒരു കയറിപ്പോ ഈ മാനിന്റെ ദേഹത്ത് കെട്ടുന്നുണ്ട്. അങ്ങനെ നിക്കോളയുടെ അച്ഛനെയും അതുപോലെ തന്നെ അവരെയും കൂട്ടി ഈ ഒരു മാന് വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേട്ടക്കാരാണെങ്കിൽ പിന്നിൽ നിന്നും അമ്പ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ നിക്കോളയ്ക്ക് മനസ്സിലായി ഇതിന്റെ വേഗത മതിയാവില്ല ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട്. ഇപ്പൊ നിക്കോള ആ ഒരു മാനിന്റെ ദേഹത്ത് തൊട്ടുകൊണ്ട്, എടാ നിന്റെ വേഗത പോരാ, നിനക്ക് വേഗത കൂടുതൽ ഇനിയും വേണമെന്ന് പറഞ്ഞിട്ട് അവൻ ട്രസ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയാണ് മനസ്സുകൊണ്ട്. സോ പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യം നടക്കുന്നുണ്ട്. ഈ മാനിന്റെ വേഗത അത് വല്ലാതെ കൂടുകയാണ്. അത് ആകാശത്തിലേക്ക് പറക്കാൻ നോക്കുകയാണ് ഇപ്പോ. എന്നാൽ കുറച്ചു നേരം ഇതിങ്ങനെ ആകാശത്തിലേക്ക് പറക്കും, പിന്നീട് താഴെ തന്നെ വന്നിറങ്ങും. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോൾ നിക്കോളയുടെ അച്ഛന് മനസ്സിലായി ഇതിന്റെ കാരണം ബേക്കിലുള്ള ആ ഒരു കെട്ടാണ്. അവന്റെ അച്ഛൻ ഇതുപോലെ ഈ വണ്ടിയിൽ പിടിച്ചു നിൽക്കുന്നതുകൊണ്ട് വെയിറ്റ് താങ്ങാൻ പറ്റാഞ്ഞിട്ടാണ് ഈ കുതിരയ്ക്ക് മുകളിലേക്ക് പോകാൻ പറ്റാത്തത്. അതുപോലെ തന്നെ വേട്ടക്കാരാണെങ്കിൽ പിന്നാലെ വരുന്നുണ്ട്. കൂട്ടുകാരെന്ന് പറഞ്ഞിട്ടില്ല, കയ്യിൽ കിട്ടിയാൽ എല്ലാവരെയും കൊന്നുകളയും. ആ സമയത്താണ് നിക്കോളയുടെ അച്ഛൻ വലിയൊരു താഴ്വര കാണുന്നത്. ആ ഭാഗത്തേക്കാണ് ഈ ഒരു ഡീർ, അതായത് റെയിൻ ഡീർ പാഞ്ഞു പോകുന്നത്. ഏകദേശം ആ ഒരു മലയുടെ തുമ്പത്തെത്താനായ സമയത്ത് നിക്കോളയുടെ അച്ഛൻ എന്ത് ചെയ്തെന്ന് അറിയാം? ആ ഒരു കയറങ്ങോട്ട് കട്ട് ചെയ്ത് കളയാണ്. ശക്തമായിട്ടുള്ള ആ ഒരു ബലം മേത്തുനിന്ന് പോയ സമയത്ത് ഈ ഒരു റെയിൻ ഡീർ അതിന് പറക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ. അതായത് നിക്കോൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അതിങ്ങനെ പറക്കാൻ തുടങ്ങുകയാണ്. പക്ഷെ അപ്പോഴേക്കും മഞ്ഞ് താഴ്വരയിലേക്ക് അവന്റെ അച്ഛൻ വീണുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ നിന്നും ഈ ഒരു കാര്യം വളരെ വേദനയോട് കൂടിയിട്ട് നോക്കി നിൽക്കാനേ നിക്കോളയ്ക്ക് പറ്റിയുള്ളൂ. അവന്റെ അച്ഛനും അവനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവസാനത്തെ ആ ഒരു യാത്ര പറയാണ്. പാവൻ നിക്കോള അവന്റെ കൺമുന്നിൽ വെച്ച് അവന്റെ അച്ഛന് നഷ്ടമായി. പക്ഷെ എന്ത് ചെയ്യാനാ, വേറൊന്നും ചെയ്യാൻ കഴിയില്ല, വേറൊരു നിവൃത്തിയില്ല. ഈ ഒരു ചെറുക്കനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിക്കോളയുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ ജീവൻ കളഞ്ഞത് തന്നെ. അപ്പൊ അച്ഛന്റെ ആ ഒരു ത്യാഗം അത് പൂർണ്ണമാകണമെങ്കിൽ ലിറ്റിൽ കീപ്പിനെ അവന്റെ നാട്ടിലേക്ക് എത്തിച്ചേ മതിയാവുള്ളൂ. അപ്പൊ ഈ കഥയെല്ലാം റൂത്ത് മുത്തശ്ശി നമ്മുടെ പിള്ളേരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ പിള്ളേര് പറഞ്ഞു, മതി മുത്തശ്ശി, ഇനി ഈ കഥ ഞങ്ങൾക്ക് കേൾക്കേണ്ട. അവന്റെ അമ്മയും നഷ്ടമായി, അച്ഛനെയും നഷ്ടമായി. ഒരിക്കലും ഈ കഥയുടെ അവസാനം നല്ലതായിരിക്കില്ല, ഞങ്ങൾക്ക് ഈ ഒരു കഥ കേൾക്കണ്ടെന്ന് പറയാണ്. എന്നാൽ മുത്തശ്ശി പറയണ, കഥ അത് പൂർണ്ണമായിട്ടില്ല, പൂർണ്ണമായിട്ട് നിങ്ങൾ കേൾക്ക്. വീണ്ടും റൂത്ത് മുത്തശ്ശി കഥ പറയാൻ ആരംഭിക്കുകയാണ്. ഇതിനുശേഷം എൽഫാമിൽ തന്നെയാണ് കാണിക്കുന്നത്. അവരുടെ ആ ഒരു രാജ്ഞി ഈ ഒരു സന്ദർഭം ഉപയോഗിച്ച് ഈ നാട്ടിലെ സന്തോഷം, സമാധാനം എല്ലാം ഇല്ലാതാക്കാനാണ് നോക്കുന്നത്. അപ്പൊ നമ്മുടെ നിക്കോളയെ ഹെൽപ്പ് ചെയ്ത നമ്മുടെ അപ്പൂപ്പൻ, അതുപോലെ തന്നെ ആ ഒരു ടീച്ചർ എല്ലാവരെയും പണിഷ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി നമ്മുടെ ഈ ഗ്രാമത്തിൽ സന്തോഷവും വേണ്ട, സെലിബ്രേഷനും വേണ്ട, ക്രിസ്മസ് ഒന്നും വേണ്ട, എല്ലാ മനുഷ്യർ കാരണം, അവർ കാരണം ഇല്ലാതായിരിക്കുകയാണ്. ഇതും പറഞ്ഞ് ആ രാജ്ഞി അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നിക്കോള ലിറ്റിൽ കീപ്പിനെയും കൂട്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എല്ലാവർക്കും ഇത് കണ്ട സമയത്ത് സന്തോഷമാണ്. നമ്മുടെ അപ്പൂപ്പൻ പറയാണ്, പ്രതീക്ഷ അതെപ്പോഴും കൈവിടാതിരിക്കണം, അത് നമ്മുടെ ക്വാളിറ്റി അല്ലേ, ആ ക്വാളിറ്റി വിട്ട് കളിക്കാൻ ഞങ്ങളില്ല കേട്ടോ. പിന്നീട് രാജ്ഞിയെ ഒരാൾ പോലും മൈൻഡ് ചെയ്യുന്നില്ല, അവിടുത്തെ ഭടന്മാര് പോലും. എല്ലാവരും നമ്മുടെ നിക്കോള ലിറ്റിൽ കീപ്പ് രണ്ടുപേരെയും തൂക്കി എടുത്തുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. മാത്രമല്ല ഇന്ന് ക്രിസ്മസ് ആണ്. എല്ലാവരും മതി മറന്ന് ഇത് ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പലഹാരങ്ങളും ചോക്ലേറ്റും കളിപ്പാട്ടും എല്ലാമായിട്ട്. ഈ ലിറ്റിൽ കീപ്പിന്റെ അച്ഛനും അമ്മയ്ക്കും നല്ല കളിപ്പാട്ട് ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. സോ അവർ കുറെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് നിക്കോളയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. എന്നാൽ ആദ്യമായിട്ടാണ് ഇതുപോലുള്ള കളിപ്പാട്ടങ്ങൾ, ഇതുപോലെ നല്ല കളിപ്പാട്ടങ്ങൾ എന്ന് തന്നെ അവൻ ആദ്യമായിട്ട് കാണുകയാണ്. അവൻ അത്ഭുതം തോന്നി, ഇതെന്താണ്? അപ്പൊ അവർ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാകും, കുട്ടികളൊക്കെ ഹാപ്പി ആവും. അതിന്റെ കൂടെ ഈ ഒരു ചോക്ലേറ്റ് എല്ലാം കഴിക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും. ഇത് കേട്ടപ്പോൾ നിക്കോളയ്ക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നുകയാണ്, നിങ്ങൾക്ക് എന്നെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്തു തരുമോ? ഇതുപോലെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ എനിക്ക് വേണം, നിങ്ങൾ എനിക്കത് ഉണ്ടാക്കി തരണം. അതുപോലെ കുറെ അധികം ചോക്ലേറ്റും. എൽഫുകൾക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാവും. ഇവരുടെ ജോലി തന്നെ അതാണ്. വേഗം തന്നെ ഇവര് പോയിട്ട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കളിപ്പാട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതിനു പുറമെ കുറെ നല്ല രുചിയുള്ള ചോക്ലേറ്റുകളും. ഇതെല്ലാം നല്ല ഭംഗിയുള്ള
വർണ്ണശബളമായിട്ടുള്ള പാക്കറ്റുകളിൽ പാക്ക് ചെയ്ത് കൊടുക്കാണ് ഇവര്. എന്നിട്ട് ഇതെല്ലാം പൊതിഞ്ഞു കെട്ടി ഒരു ചാക്കിലാക്കി അവന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവരോട് എല്ലാവരോടും യാത്ര പറഞ്ഞ് നിക്കോള പോവാൻ നിൽക്കുകയാണ്. കൺസെപ്റ്റ് മനസ്സിലായോ നിങ്ങൾക്ക്? അതെന്തായാലും അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നിക്കോളയോട് ആ അപ്പൂപ്പൻ വന്നിട്ട് പറയാണ്, കുറെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ സന്തോഷം ഇവിടെ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കാണ്. പക്ഷേ മോനെ, നീ ഈ സമ്മാനങ്ങളും മിഠായികളും ഇതെല്ലാം ഉപയോഗിച്ച് എന്തോ വലിയ കാര്യം ചെയ്യാൻ പോവാന്ന് ഞങ്ങൾക്ക് എന്തായാലും അറിയാം. മോൻ എന്തായാലും സന്തോഷത്തോടെ പോയി വാന്ന് പറയണം. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മുടെ നിക്കോള ആ ഒരു റെയിൻഡിയർ ഉണ്ടല്ലോ അതിന്റെ പുറത്ത് കയറിയിട്ട് പോവാൻ നിൽക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആര് വരുന്നത്? എൽഫുകളുടെ രാജ്ഞി വരുന്നത്. അവളുടെ ആ ഒരു മന്ത്രവാദം ഉപയോഗിച്ചുകൊണ്ട് പാവം നമ്മുടെ നിക്കോളയെ തൂക്കിയെടുക്കുകയാണ്. ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുമ്പോൾ ഇവരെല്ലാം മണ്ടന്മാരാക്കിയിട്ട് രാജ്ഞിയായിട്ടുള്ള എന്നെയും നിഷേധിച്ച് നിനക്ക് ഇവിടുന്ന് പോവാന്ന് കരുതിയോ? ഇതും പറഞ്ഞ് അവനെ തൂക്കിയെടുക്കുന്ന സമയത്ത് അവന്റെ കഴുത്തിൽ ഒരു മാല തൂങ്ങി നിൽക്കുകയാണ്. ആ മാല നിക്കോളയ്ക്ക് അവന്റെ അമ്മ സമ്മാനമായിട്ട് കൊടുത്തതാണ് കേട്ടോ, അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട്. എന്നാൽ ഈ മാല കണ്ടപാട് തന്നെ ഈ ഒരു രാജ്ഞി ആകെ ഷോക്കായി പോകുന്നുണ്ട്. ഈ മാല അത് ആരുടേതാണ്? അപ്പൊ നിക്കോള പറയാണ്, അത് എന്റെ അമ്മയുടേത്. നിന്റെ അമ്മയോ? ലൂമിയാണോ നിന്റെ അമ്മ? അതായത് നിക്കോളയുടെ അച്ഛൻ അവനൊരു കഥ പറഞ്ഞു കൊടുത്തായിരുന്നല്ലോ. എൽഫുകളുടെ ഗ്രാമത്തിലേക്ക് പോയ ഒരു ചെറിയ പെൺകുട്ടി, അവിടെ നിന്ന് ചെറിയൊരു പെൺകുട്ടി വഴിയറിയാതെ ആ ഒരു ഗ്രാമത്തിലേക്ക് എത്തിപ്പെട്ട ആ ചെറിയ പെൺകുട്ടി ലൂമി അത് മറ്റാരുമല്ല, നിക്കോളയുടെ അമ്മ തന്നെയായിരുന്നു. നിക്കോളയുടെ അമ്മയുടെ ചെറുപ്പകാലത്തിൽ അവർക്ക് സംഭവിച്ചൊരു കാര്യമായിരുന്നു അത്. ഒരിക്കലും അവളെ ലൂമി ഇവർക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. ഒത്തിരി ഇഷ്ടമായിരുന്നു, പ്രത്യേകിച്ചും ഈ രാജ്ഞിക്ക്. ലൂമിയാണ് നിക്കോളയുടെ അമ്മ. അവര് മരിച്ചുപോയി എന്ന് പറഞ്ഞപ്പോ അവര് കിടന്ന് കരയാൻ തുടങ്ങുകയാണ്. ലൂമി, അവള് പോയോ? ലൂമിയുടെ മകനാണെന്ന് ആ ഒരു സ്നേഹം കൊണ്ട് അവന് നോക്കുകയാണ് കേട്ടോ. കാരണം അവള് വന്ന ആ ഒരു കുറച്ച് സമയം കൊണ്ട് ഇവര് വല്ലാണ്ട് സന്തോഷിച്ചായിരുന്നു. മനുഷ്യരിൽ തന്നെ ഇത്രയും നല്ലൊരു മനുഷ്യത്തിയെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അവൾ കണ്ടിട്ടില്ലായിരുന്നു. ലൂമിയോടുള്ള ആ ഒരു സ്നേഹം അത് മുഴുവനായിട്ട് രാജ്ഞി നിക്കോളയോട് കാണിക്കുകയാണ്. നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ, എന്ത് വേണമെങ്കിൽ ചെയ്തോ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, എല്ലാത്തിനും ഞങ്ങൾ കൂടെയുണ്ട്. ഇപ്പൊ നിക്കോള പറയാണ്, നിങ്ങൾ എല്ലാവരും ഈ ഒരു ദിവസം നന്നായിട്ട് സന്തോഷിക്കുന്നില്ലേ? എന്നാൽ ഞങ്ങൾ മനുഷ്യര് സന്തോഷം അറിയുന്നില്ല. അതെന്താണെന്ന് എന്റെ രാജാവിനും എന്റെ രാജ്യത്തിലെ ആൾക്കാർക്കും അറിയില്ല. ആ സന്തോഷം എന്താണെന്ന് ഞാൻ അവർക്ക് കൂടെ കാണിച്ചു കൊടുക്കട്ടെ. രാജ്ഞി ഇപ്പൊ പൂർണ്ണ സമ്മതം കൊടുക്കുകയാണ്. അങ്ങനെ അവരുടെ ആ ഒരു സമ്മതത്തോട് കൂടിയിട്ട് പറക്കുന്ന ആ ഒരു മാനിന്റെ പുറത്ത് കയറിയിട്ട് നിക്കോള സമ്മാനങ്ങളുമായിട്ട് നേരെ കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. രാജാവ് ഉറങ്ങുന്ന സമയത്ത് രാജാവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, രാജാവെ എഴുന്നേൽക്ക്, നിങ്ങളല്ലേ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവരണം എന്ന് പറഞ്ഞ് നിക്കോള ആ കളിപ്പാട്ടുകൾ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ ഇത്ര വലിയ സംഭവമാണ് ചോദിക്കുമ്പോൾ ഇതല്ല വേറെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു റെയിൻഡിയറിന് പുറത്ത് കയറ്റിയിട്ട് രാജാവിനെ കൊണ്ട് ആ നാട് മുഴുവൻ ചുറ്റി കാണിച്ചു കൊടുക്കുകയാണ്. രാജാവ് ഇത്രയും വലിയൊരു സന്തോഷം ഇതുവരെയായിട്ടും അനുഭവിച്ചിട്ടില്ല. ഈ കാര്യം രാജാവ് നിക്കോളയോട് പറയുന്നുണ്ട്. അപ്പൊ നിക്കോള പറയാണ്, പൊന്നു രാജാവെ, ഇതൊന്നുമല്ല, ഇതിനേക്കാൾ കൂടുതൽ സന്തോഷം വരുന്ന വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നിക്കോള ആ ഒരു എൽഫുകളുടെ ഗ്രാമത്തിൽ നിന്ന് ഒരുപാട് ചോക്ലേറ്റ്, കളിപ്പാട്ടും ഇതെല്ലാം കൊണ്ടുവന്നില്ലേ? ഇത് ഓരോ കുട്ടികളുടെ വീട്ടിലേക്കും ചെന്ന് അവരുടെ അടുത്ത് അവരറിയാതെ വെച്ചിട്ട് രാത്രി തന്നെ തിരിച്ചു പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഇവരുടെ ഉള്ളിൽ ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. ഇപ്പൊ രാജാവ് നിക്കോളയോട് പറയണം, പൊന്നു മോനെ, നീ സാധിച്ചടാ, ഞാൻ ആഗ്രഹിച്ചതും ഇതുപോലെ ഒന്ന് തന്നെയാണ്, സന്തോഷിക്കണം, എല്ലാവരും സന്തോഷിക്കണം. രാജാവ് സന്തോഷത്തിന്റെ ആ ഒരു പരകോടി എന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പൊ നിക്കോള എല്ലാ സമ്മാനങ്ങളും മിഠായി എല്ലാം തീർത്തിട്ട് പറയണം, എല്ലാം കഴിഞ്ഞ് ഇനി എല്ലാ വർഷവും ഇതുപോലെ ചെയ്തോണെന്ന് പറയാണ് രാജാവിനോട്. ഇപ്പൊ രാജാവ് പറയാണ്, എല്ലാ വർഷവും ചെയ്യണോ? ഞാൻ എങ്ങനെ ഇത് ചെയ്യാ? എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. നിനക്ക് വേണ്ട എല്ലാ സഹായം ഞാൻ ചെയ്തു തരാം. വർഷത്തിൽ ഒരു ദിവസം നീ തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം എന്ന് പറയണം. ഇപ്പൊ നിക്കോള പറയാണ്, ആയിക്കോട്ടെ. പിന്നീട് രാജാവായിട്ട് തന്നെ കുറെ അധികം മധുര പലഹാരങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അത് ഓരോരുത്തർക്കായിട്ട് ഇവന്റെ ആ ഒരു എന്താ പറയാ മാൻകുട്ടി ഉണ്ടല്ലോ അതിന് പുറത്ത് കയറിയിട്ട് ഇങ്ങനെ കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് നിക്കോളയെ ഉപദ്രവിച്ച അവന്റെ ആ ഒരു ആന്റി ഉണ്ടല്ലോ അവർക്കും ഈ ഒരു ചോക്ലേറ്റ് മുകളിൽ നിന്ന് താഴെ ഇട്ടുകൊടുത്തിട്ട് പറയണ, ഏയ് ആന്റി, എന്റെ അമ്മ പറഞ്ഞതൊന്നും നുണയല്ല കേട്ടോ, അവര് പറഞ്ഞതൊക്കെ സത്യമാണ്. ദാ എന്റെ കൂടെ ഇരിക്കുന്ന ആരാന്ന് കണ്ടോ, ഈ രാജ്യത്തിന്റെ രാജാവാണ്. ഇതും പറഞ്ഞ് അവൻ അവിടുന്ന് പറന്നു പോവാണ്. ഇതേ നേരം തന്നെ ആന്റി ആണെങ്കിൽ ചോക്ലേറ്റ് വായിലിട്ട് അങ്ങനെ ചവക്കാണ്. ഇതെന്തപ്പോ ഇവിടെ സംഭവിക്കുന്നത്? എന്തായാലും രാജാവിന് കൊടുത്ത വാക്ക് പോലെ എല്ലാ വർഷവും ഡിസംബർ മാസത്തില് കുട്ടികൾക്ക് സമ്മാനം നൽകാനായിട്ട് നമ്മുടെ നിക്കോൾ അങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ആ ദിവസം അവരൊരു പേരിട്ട് വിളിച്ചു, ക്രിസ്മസ്. അന്ന് വരുന്ന ആ ആള്, ആ അപ്പൂപ്പൻ, അത് മറ്റാരുമല്ല നമ്മുടെ നിക്കോള തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തപ്പോ 3 പിള്ളേരും അങ്ങനെ കണ്ണും തള്ളിയിരിക്കുകയാണ്. ഇതായിരുന്നോ ക്രിസ്മസ് അപ്പൂപ്പന്റെ യഥാർത്ഥ കഥ? അല്ല മുത്തശ്ശി, ഞങ്ങൾ എങ്ങനെയാണ് ഈ ക്രിസ്മസിനെ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്? ഞങ്ങൾക്കും ഇന്ന് നന്നായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ തോന്നുന്നുണ്ട്. മക്കളെ, നിങ്ങൾ താഴോട്ട് വന്നിട്ട് ഈ 3 പിള്ളേരെയും കൂട്ടിക്കൊണ്ട് മുത്തശ്ശി താഴേക്ക് വരുന്നുണ്ട്. അപ്പൊ തന്നെ ഇവരുടെ അച്ഛനും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. വന്നു നോക്കുമ്പോൾ ആ വീട് മുഴുവനായിട്ടും അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നീട് ഈ കുട്ടികളോടും അച്ഛനോടും നമ്മുടെ ഈ ഒരു മുത്തശ്ശി പറയുന്നുണ്ട്, മക്കളെ, ദുഃഖം ഉണ്ടെന്ന് കരുതിയിട്ട് സന്തോഷമുള്ള ദിവസങ്ങൾ അത് ആഘോഷിക്കാതിരിക്കരുത്. ആ ദുഃഖം മറക്കാനുള്ള ഒരു കാരണമല്ലേ ഈ സന്തോഷങ്ങൾ. ജീവിതത്തിൽ പ്രതീക്ഷ വേണം, ആ പ്രതീക്ഷയോടുകൂടി ജീവിക്കണം. ഇതെല്ലാം സത്യമാണ്, ഞാൻ സത്യമല്ലാതെ വേറൊന്നും പറയില്ല, ഞാൻ നുണ പറയില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശിയുടെ തൊപ്പി ചെറുതായിട്ടൊന്ന് മേലെ കായി പോകുന്നുണ്ട്. അപ്പൊ മുത്തശ്ശിയുടെ ചെവി പുറത്തേക്ക് ചാടുകയാണ്. നോക്കുമ്പോൾ വലിയ ചെവിയായിരുന്നു. വേഗം തന്നെ തൊപ്പി വെച്ച് അത് വീണ്ടും മറക്കുകയാണ്. എന്നാൽ കുട്ടികളെ, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പുറത്തേക്ക് പോവാണ്. പോകുന്ന നേരം തന്നെ കയ്യിലുണ്ടായിരുന്ന ഒരു പടക്കെടുത്ത് മുകളിലേക്ക് ഇടുന്ന ഒറ്റ പൊട്ടിക്കലാണ്. ഇപ്പൊ കാര്യം മനസ്സിലായോ? ഇത്രയും നേരം കഥ പറഞ്ഞ ഈ ആൾ ആരാണെന്ന്? ആരോടും നുണ പറയാത്ത, കയ്യിൽ എപ്പോഴും പടക്കം വെച്ച് കിടക്കുന്ന, നീണ്ട ചെവിയുള്ള ട്രൂത്ത് പിക്സി തന്നെ. ആഹാ, അടിപൊളി. ഇത് വല്ലാത്തൊരു ഡിസ്റ്റായി പോയല്ലോ. ക്രിസ്മസിന്റെ ആ ഒരു ദിവസം എല്ലാവരും സന്തോഷിക്കുമ്പോൾ സന്തോഷം എന്തെന്നറിയാതെ നിൽക്കുന്ന ആ ഒരു കുടുംബത്തിലേക്ക് സന്തോഷത്തിന്റെയും
ഹാപ്പിയുടെയും പ്രതീക്ഷയുടെയും ആ ഒരു വെളിച്ചം നൽകിക്കൊണ്ട് ട്രൂത്ത് പിറ്റ്സി അവിടുന്ന് പോവുകയാണ്. എന്തൊരു രസമാണെന്നല്ലേ ഈ കഥ കേട്ടിരിക്കാനായിട്ട്. അവസാനമായപ്പോ എന്തൊരു സുഖം മനസ്സിന്, പ്രതീക്ഷ, ഹോപ്പ്. ഇതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ആരും കൈവിടരുത് കേട്ടോ. എന്നാൽ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞ ഞാൻ തന്നെ വല്ലാണ്ട് ഡൗൺ ആയി പോകും. പക്ഷെ പെട്ടെന്ന് തന്നെ ഞാൻ റിക്കവർ ആയിട്ട് വരും കേട്ടോ. ഞാനിങ്ങനെ ഡൗൺ ആയിട്ട് നിന്നിട്ട് എന്താ കാര്യം? പലപ്പോഴും ഞാൻ എന്റെ ലൈഫിൽ വളരെയധികം ഡൗൺ ആയി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് കയറി വന്നിട്ടുണ്ട്. അതിന്റെ എല്ലാത്തിനെയും കാരണം എന്റെ മനസ്സിലുണ്ടായിരുന്ന എന്റെ പ്രതീക്ഷകളാണ്. അതുപോലെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നിങ്ങളുടെ പ്രതീക്ഷകളെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആയി തീരണമെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെന്ന് പ്രതീക്ഷ വെക്കുക. അതിനുവേണ്ടി പ്രയത്നിക്കുക, ഡൗൺ ആയിട്ടിരിക്കാതിരിക്കുക. അപ്പൊ ഈ സിനിമയിലൂടെ തരുന്ന അതേ മെസ്സേജ് തന്നെയാണ് ഈ ക്രിസ്മസിന്റെ അന്ന് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. സോ ഒന്നുകൂടെ ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും എല്ലാ ദുഃഖങ്ങളും മറന്ന് ഈ ഒരു ദിവസം എൻജോയ് ചെയ്യുക. എന്നാൽ ഇതിനേക്കാൾ നല്ലൊരു കഥയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ എന്ന് നിങ്ങളുടെ സ്വന്തം മല്ലു എക്സ്പ്ലെയിനർ.